നമുക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. റെഡി? അവർ പോയ ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല. എന്ത് കാണുവാൻ പോയി? മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലോ. അല്ല. എന്തിൽ പോയി? ഒരു പ്രവാചകനെ കാണാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല. എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ. ഇന്ന് പകൽ നാം കേൾക്കുന്ന ദൂതിൻ്റെ തലക്കെട്ട് അത് തന്നെ. സ്തോത്രം. പ്രവാചകനിലും മികച്ചവൻ. പ്രവാചകനിലും മികച്ചവൻ. ശബ്ദമുയർത്തി പറഞ്ഞേ. എന്താണ്? പ്രവാചകനിലും മികച്ചവൻ. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മൾ മികച്ചവരാണ്. പറഞ്ഞ്, നമ്മൾ മികച്ചവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ മികച്ചവരാണ്. ഗ്രേറ്റ് ആകാൻ പോകുന്നു. നിങ്ങൾ ഗ്രേറ്റ് ആകാൻ പോകുന്നു. പക്ഷെ വളരെ ശക്തമായി മനസ്സിലാക്കുക, ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ അവനേക്കാൾ, അവളെക്കാൾ, മറ്റുള്ളവരെക്കാൾ എന്ന് മറ്റുള്ളവരുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. വേറൊരു വ്യക്തിയുമായി, നിങ്ങളുടെ നാത്തൂനുമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ കുടുംബവുമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുമായി, കൂടെ പഠിച്ചവരുമായി, സഹശുശ്രൂഷകരായി, അടുത്ത മിനിസ്ട്രിയുമായി, വേറെ സഭകളുമായി ഒരിക്കലും താരതമ്യം ചെയ്യല്ല. കാരണം ഇത് താരതമ്യത്തിൻ്റെ പുസ്തകം അല്ല. ഇത് മത്സരത്തിൻ്റെ പുസ്തകമല്ല. മോസ്റ്റ് ഓഫ് ദ ടൈം സ്തോത്രം, ഈവൻ പാസ്റ്റേഴ്സ് പോലും, പ്രീച്ചേഴ്സ് പോലും 21 ദിവസം ഉപവാസപ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, അവിടെ മനോഭാവം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അതെ, എനിക്ക് ശേഷം ആരാ വരുന്നത്? എനിക്ക് മുൻപിൽ ആരാ വന്നിരുന്നത്? എനിക്ക് ശേഷം വരുന്നവനേക്കാൾ, എനിക്ക് മുൻപിൽ വരുന്നവനേക്കാൾ ഞാൻ നല്ലത് അടിക്കണം, അല്ലെങ്കിൽ ഞാൻ നന്നായി പ്രസംഗിക്കണം, ഞാൻ നന്നായി പെർഫോം ചെയ്യണം. സ്തോത്രം. മനസ്സിലാക്കുക, സ്തോത്രം, ദൈവമാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മാർഗിടുന്നത് ദൈവമാണ്. നിങ്ങളെ ഉപയോഗിക്കുന്നത് ദൈവമാണ്. നിങ്ങൾ ഏത് നിലവാരത്തിലുള്ളവർ എന്ന് മനസ്സിലാക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് സ്തോത്രം, ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. കമ്പാരിസനും കോമ്പറ്റീഷനും ഒരിക്കലും നിങ്ങളുടെ ഹൃദയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മത്സരങ്ങളും താരതമ്യവും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. മിണ്ടുന്നില്ല. മത്സരം നമുക്കുള്ളത് അല്ല. മത്സരം എന്ന് പറയുന്നത് സ്തോത്രം, അത് ആഭിചാരം പോലെയാണ്. എക്സാക്ട്ലി. മത്സരം എന്ന് പറയുന്നത് അത് ആഭിചാരം പോലെയാണ്. കൂടോത്രം ചെയ്യുന്നവൻ തൊലഞ്ഞു പോകും എന്നതുപോലെ മറ്റുള്ളവരോട് മത്സരിക്കുന്നവനും നശിച്ചു പോകും. അതുകൊണ്ട് സ്തോത്രം, ബന്ധുക്കളാകട്ടെ, അയൽവാസികൾ, സഹശുശ്രൂഷകർ, വിശ്വാസികൾ മറ്റുള്ളവരുമായി ഒരിക്കലും മത്സരിക്കരുത്. മത്സരിച്ചത് കൊണ്ടാണ് ലൂസിഫർ സാത്താൻ ആയിപ്പോയത്, കെരൂബ് സാത്താനായി പോയത്. മത്സരത്തിൻ്റെ മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ടാണ്. അയ്യോ, അവരുടെ മക്കൾ വലുതായല്ലോ, അവരുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞല്ലോ, അവരുടെ മക്കൾക്ക് ജോലി കിട്ടിയല്ലോ, അവരുടെ ജീവിതത്തിന് ഇതുണ്ടായല്ലോ, അവർ വീട് വെച്ചല്ലോ എന്നുള്ള സ്തോത്രം അങ്കലാപ്പിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ മക്കൾ എത്തേണ്ടടുത്ത് എത്തണം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ സ്ഥാനങ്ങൾ ഒരുക്കപ്പെടണം, നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാനിക്കണം. കർത്താവ് ശക്തമായി നിങ്ങളെ ഉറപ്പിക്കേണ്ട സ്ഥാനത്ത് ഉറപ്പിക്കണം. സ്തോത്രം. അതെ, അത് ദൈവമാണ് ചെയ്യുന്നത്. ദൈവമാണ് ചെയ്യുന്നത്. ദൈവമാണ് ചെയ്യുന്നത്. The Lord is your portion. ദൈവം നിങ്ങളുടെ ഓഹരിയാകുന്നു. ദൈവം നിങ്ങളുടെ ഓഹരിയാകുന്നു. സ്തോത്രം. അതുകൊണ്ട് കമ്പാരിസണും കോമ്പറ്റീഷനും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇല്ല. സ്തോത്രം. മത്സരം എന്ന് പറയുന്നത് നിങ്ങൾക്കില്ല. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, അതെ, മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു. ചില മിണ്ടുന്നില്ല. ഇംഗ്ലീഷ് മീഡിയം ആണോന്ന് എനിക്കറിയത്തില്ല. ഒരിക്കൽ കൂടെ, മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു. നീ വരണ്ടു പോകാൻ, നീ ഡ്രൈ ആകാൻ മറ്റുള്ളവരോട് മത്സരത്തിൻ്റെ ഭാവത്തിൽ ജീവിച്ചാൽ മതി. എന്നാൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത് ഒരിക്കലും വരണ്ട് നിൽക്കാനല്ല, പകരം നനഞ്ഞ തോട്ടം പോലെ, നനഞ്ഞ തോട്ടം പോലെ, വറ്റാത്ത നീരുറോ പോലെ, നനഞ്ഞ തോട്ടം പോലെ, വറ്റാത്ത നീരുറോ പോലെ ആയിരിക്കാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മീനിങ്, ഒരൊറ്റ ദിവസം പോലും നിങ്ങൾ ഡ്രൈ ആകത്തില്ല, ഒരു സീസണിൽ പോലും നിങ്ങൾ ഉണങ്ങി നിൽക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് നിങ്ങൾ ഫ്രഷ് ആയിരിക്കും. സഹോദരങ്ങളെ, കയറി വന്നാട്ടെ. നല്ലൊരു കാര്യം ഞാൻ പറയട്ടെ, 3 പ്രസംഗവും 10 സ്റ്റോറിയും കൊണ്ട് തീരുന്നതല്ല നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം.
Come on. 3 പ്രസംഗവും 10 സ്റ്റോറിയും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് തേഞ്ഞു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. പകരം ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കർത്താവ് നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അന്തമില്ലാത്ത കലവറയാക്കി അവസാനിക്കാത്ത, എത്ര കോരിയാലും വറ്റാത്ത ഉറവയാക്കി, എത്ര കോരിയാലും വറ്റാത്ത കിണറാക്കി, കോരും തോറും ഊറുന്നത് പോലെ, വീണ്ടും കോരും തോറും ഊറുന്നത് പോലെ ദൈവകൃപയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ഒരിക്കലും വറ്റിപ്പോകത്തില്ല, നിങ്ങൾ ഒരിക്കലും ഡ്രൈ ആയി പോകത്തില്ല, നിങ്ങൾ ഒരിക്കലും ഉണങ്ങിപ്പോകത്തില്ല. നിങ്ങളുടെ വാട്ടർ ലെവൽ, നിങ്ങളുള്ള റെവലേഷൻ്റെ ലെവൽ, നിങ്ങളുടെ വെളിപ്പാടിൻ്റെ ലെവൽ, നിങ്ങളുള്ള ദൈവകൃപയുടെ ലെവൽ ഒരിക്കലും താഴുകയല്ല. ഓരോ സർവീസ് കഴിക്കും തോറും, കൊടുക്കും തോറും അത് വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. നാഷണലി ഇന്റർനാഷണലി ദൈവം ഒരുക്കുന്നതായി ഒരു കൂട്ടം ശുശ്രൂഷകരാണ് മുൻപിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവകൃപയാൽ പറയട്ടെ, സ്തോത്രം. 3 പ്രാവശ്യം പുള്ളി വന്നു, പിന്നെ ഇപ്പം വരുമ്പോൾ ഗ്യാസാണ്. നോ വേ ഇൻ ജീസസ് നെയിം. ആരംഭത്തിൽ വിളമ്പുന്നതിനേക്കാൾ ഏറ്റവും ലഹരി പിടിച്ചതായിരിക്കും. ആരംഭത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തതിനേക്കാൾ, കഴിഞ്ഞ സീസണിൽ നൽകുന്നതിനേക്കാൾ ഏറ്റവും സ്തോത്രം അത് ലഹരി പിടിച്ചതായിരിക്കും, ക്വാളിറ്റിയിൽ മികച്ചതായിരിക്കും ദൈവം നിങ്ങളിലൂടെ കർത്താവ് നൽകുവാൻ വേണ്ടി പോകുന്നത്. വലത് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ മികച്ചതായിരിക്കും. ഒരിക്കൽ കൂടെ, ഞാൻ മികച്ചതായിരിക്കും. പ്രവാചകനിലും സ്തോത്രം വലിയവൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഹി ഈസ് എ ഗ്രേറ്റർ ദാൻ പ്രോഫറ്റ്. എന്തുകൊണ്ടാണ് അവൻ ഗ്രേറ്റർ ദാൻ പ്രോഫറ്റ് എന്ന് പറയുന്നത്? മാസങ്ങൾക്ക് മുമ്പ്, പ്രോബ്ലി 2 വർഷം മുമ്പ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മാത്രം പറഞ്ഞ ഒരു ദൂതനെ ഞാൻ ഇപ്രകാരം പറഞ്ഞു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ സമ്മേളനം കണ്ടവനാണ് ഈ യോഹന്നാൻ. വേറെ ഒരു പ്രവാചകനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സമ്മേളനം കണ്ടില്ല. സ്തോത്രം. യോർദാന്റെ കരയിൽ സംസാരിക്കുന്ന പിതാവും പ്രസന്റായി ഇറങ്ങി നിൽക്കുന്ന പുത്രനും ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവും ഏക ദൈവത്തിന്റെ സമ്മേളനം അവൻ കണ്ടു. എന്നെ കേൾക്കുന്ന ആരോ അലഹബാദിൽ നിന്ന് എന്നെ കേൾക്കുന്നു. അവർ പറയും 3 നദികൾ അവിടെ സമ്മേളിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരോ നാസിക്കിലിരുന്ന് കേൾക്കുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിലിരിക്കുന്നവർ പറയുന്നു 3 നദികൾ ഞങ്ങൾക്കും സമ്മേളിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരോ കന്യാകുമാരിയിൽ നിന്ന് കേൾക്കുന്നു. അവർ പറയുന്ന 3 സമുദ്രങ്ങൾ ഇതാ സമ്മേളിക്കുന്നു. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയുന്നത് നദികളുടെ സമ്മേളനമല്ല, സമുദ്രങ്ങളുടെ സമ്മേളനമല്ല, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ സമ്മേളനം. മോശെ അത് കണ്ടില്ല, ഏലിയാവും എലീശയും അത് കണ്ടില്ല, പഴയ നിയമത്തിൽ ഒരു പ്രവാചകനും കണ്ടില്ല. പക്ഷേ യോഹന്നാൻ സ്നാപകൻ അത് കാണുവാൻ തക്കോണം അത് ഭാഗ്യമുണ്ടായി. മാത്രമല്ല, യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. നിങ്ങൾ ഞാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് രക്ഷിക്കപ്പെട്ട ദിവസത്തിലായിരിക്കാം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്തോത്രം നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടത്. ബട്ട് ഹി വാസ് സ്പെഷ്യൽ. അവനൊരു സ്പെഷ്യൽ ചൈൽഡ് ആയതുകൊണ്ട് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. നമ്മളത് വീണ്ടും കാണും. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. അപൂർവം ചിലരെ കുറിച്ച് മാത്രമാണ് കർത്താവ് സ്തോത്രം അതെ മുൻ നിർണയം പറഞ്ഞത്. ജനിക്കുന്നതിന് മുൻപേ അരുളപ്പാട് പറഞ്ഞത് അപൂർവം ചിലരെ കുറിച്ചാണ്. ശലോമോൻ ആ ലിസ്റ്റിൽപ്പെട്ടവനാണ്. കർത്താവ് യേശു ആ ലിസ്റ്റിൽപ്പെട്ടവനാണ്. എക്സാക്ട്ലി അതേപോലെ തന്നെ അവൻ ജനിക്കുന്നതിന് മുൻപ് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 1 മുതൽ പ്രത്യേകിച്ച് 3-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം അതെ യെശയ്യാവ് സ്തോത്രം യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മുൻ നിർണയ പ്രകാരം പ്രവചിക്കുകയുണ്ടായി. സ്തോത്രം. സ്വാമിയുടെ ഗർഭം മുതൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ, ത്രിയേക ദൈവത്തിന്റെ സമ്മേളനം കണ്ടവൻ, ദൈവത്താൽ സ്തോത്രം മുൻ അരുളപ്പാട് പ്രാപിച്ചവൻ. മാത്രമല്ല, ഹി വാസ് എ ഫോർറണ്ണർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിന് വേണ്ടി വഴി ഒരുക്കവനായിരുന്നു യോഹന്നാൻ. യേശു കർത്താവിന് വേണ്ടി വഴി ഒരുക്കുവൻ. ഈ അന്ത്യകാലത്തോ എല്ലാവരുടെയും വഴി മുടക്കുന്നവനല്ല നമ്മൾ പകരം സ്തോത്രം കർത്താവിൻ്റെ വരവിന് വേണ്ടി വഴി ഒരുക്കുന്നവരാണ് നമ്മൾ. കർത്താവിന് വേണ്ടി വഴി ഒരുക്കുന്നവരാണ് നമ്മൾ. കമോൺ, ആരെങ്കിലും ആമേൻ പറഞ്ഞാണ്.
സ്തോത്രം. കർത്താവിന് വേണ്ടി വഴി ഒരുക്കുന്നവരാണ് നമ്മൾ. സ്തോത്രം. അങ്ങനെ പല പല പ്രയോറിറ്റി മറ്റ് ദൈവദാസന്മാരെക്കാൾ പഴയ നിയമത്തിലെ ജീവിച്ചിരുന്ന വേറെ ആരെക്കാൾ ഉന്നതമായ ശ്രേഷ്ഠമായ പല കാര്യം സ്തോത്രം അതെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഈവൻ ദോ ഹി വാസ് മെൻഷൻഡ് ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമത്തിലാണ് യോഹന്നാനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും അവൻ ജീവിച്ചിരുന്നത് പഴയ നിയമത്തിലാണ്. ഞാൻ തെളിയിക്കാം. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സുവിശേഷ ഭാഗങ്ങൾ, മത്തായി, ലൂക്കോസ് തുടങ്ങിയ സുവിശേഷ ഭാഗങ്ങളിൽ പുതിയ നിയമത്തിലാണ് സ്തോത്രം അതെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്കിലും അവൻ ജീവിച്ചിരുന്നത് പഴയ നിയമത്തിലാണ്. മീനിങ് ക്രൂശിന് മുൻപാണ് അവൻ ജീവിച്ചിരുന്നത്. ക്രൂശിലൂടെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടെ ക്രൂശിൽ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റതിനു ശേഷമാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നീ പ്രാപിക്കുന്നത് ക്രിസ്തു യേശുവിന്റെ ക്രൂശ് നിമിത്തമാണ്. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാട്ടെ. കൈയടിക്കുന്നത് കൊണ്ടല്ല, കീബോർഡിന്റെ താളത്തിലല്ല, ഗ്ലാമർ പ്രാസിംഗൻ വന്നത് കൊണ്ടല്ല, ഓൺലി ബിക്കോസ് ഓഫ് ജീസസ്. യേശു കർത്താവ് നിമിത്തമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ദൈവമക്കളായത് യേശു നിമിത്തമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടത് യേശു നിമിത്തമാണ്. നിങ്ങൾക്ക് നീതീകരണം പ്രാപിപ്പാൻ കഴിഞ്ഞത് യേശു നിമിത്തമാണ്. കരങ്ങളെ ഉയർത്തി എല്ലാ മഹത്വവും കർത്താവ് യേശുവിന് നൽകിയാണ്. സ്തോത്രം. യോഹന്നാൻ അവൻ പ്രവാചകനിലും അവൻ മികച്ചവനത്രേ. ഈ ദിവസം ദൈവകൃപയാൽ നിങ്ങൾക്കുള്ള ദൂത് ഇതാണ്. കർത്താവ് പറയുന്നു സ്തോത്രം അതെ ഞാൻ നിന്നെ മികച്ചവൻ ആക്കുവാൻ പോകുന്നു. ഞാൻ ലെറ്റ് മീ റിപ്പീറ്റ് വൺ മോർ ടൈം. നിങ്ങളുടെ ബന്ധുക്കളെക്കാൾ, നിങ്ങളുടെ അയൽവാസികളെക്കാൾ, മറ്റുള്ളവരെക്കാളല്ല. സ്തോത്രം. ഇന്നത്തെ ദൂത് ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ, മീനിങ് നിങ്ങളുടെ ഇന്നലത്തെക്കാൾ നിങ്ങളുടെ നാളെ മികച്ചതാകാൻ പോകുന്നു. മറ്റൊരുത്തനോടല്ല നിങ്ങൾക്ക് കോമ്പറ്റീഷൻ തോന്നേണ്ടത്. നിങ്ങൾക്ക് നിന്നോട് തന്നെ കോമ്പറ്റീഷൻ തോന്നണം. നിങ്ങൾക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ തോന്നല്, സെറ്റിൽ ചെയ്യല്, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകല്. പകരം സ്തോത്രത്തെ പറയണം എനിക്ക് നന്നാകണം, എനിക്ക് കുറച്ച് ആർക്കും വേണ്ട, എനിക്ക് നന്നാകണം, എനിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ദൈവം എനിക്കായി ചെയ്തതിനായി സ്തോത്രം. ദൈവം എന്നിലേക്ക് പകർന്നതിനായി സ്തോത്രം. ദൈവം എന്നെ അനുഗ്രഹിച്ചതിനായി ദൈവത്തിന് നന്ദി. ദൈവം എന്നെ കൃപയിൽ താങ്ങി സ്തോത്രം. ദൈവം എന്നെ ഉപയോഗിച്ചതിനായി സ്തോത്രം. പക്ഷേ അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നതേ ഇല്ല. പകരം സ്തോത്രം മുട്ടോളം അല്ല, അരയോളം അല്ല, അടുത്ത ലെവലിലേക്ക് ഞാൻ പോകേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് വല്ലോരോടുമല്ല, മറ്റുള്ളവരോടല്ല നിങ്ങൾക്ക് കോമ്പറ്റീഷനും കമ്പാരിസണും ഉണ്ടാകേണ്ടത്. ഇന്നലകളിൽ ഇന്ന് ദൈവം നിങ്ങൾ പകർന്നതും ദൈവം നിങ്ങൾക്ക് നൽകിയതുമായതിൽ സെറ്റിൽ ചെയ്യാതെ വീണ്ടും സ്തോത്രം അടുത്ത ലെവലിലേക്ക് കടന്നുപോയാട്ടെ. സ്തോത്രം. ഇതിലും മികച്ചത്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഇതിലും മികച്ചത്. ഒരിക്കൽ കൂടെ, ഇതിലും മികച്ചത്. സ്തോത്രം. ഇറ്റ്സ് നോട്ട് ഈസി സംടൈംസ്. ഇത് സ്തോത്രം ഒരിക്കലും ഈസി അല്ല. ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നത് പോലെ മികച്ച നിലവാരങ്ങളിലേക്ക് കയറി വരുവാൻ നോ. സ്തോത്രം. അതൊരിക്കലും എളുപ്പമല്ല. ആരൊക്കെയോ കണ്ണടച്ച് ധ്യാനിക്കുന്നുണ്ട്. രണ്ടുപേരും തൊട്ട് പറഞ്ഞാട്ടെ. സ്തോത്രം. അതിനൊരു വില കൊടുക്കാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ. അതിനൊരു വില കൊടുക്കാനുണ്ട്. വില കൊടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ സേവിച്ചാൽ ഇൻ ജീസസ് നെയിം ദൈവകൃപയാൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സംസാര വിഷയം ഇതായിരിക്കും: പുള്ളിക്കാരത്തി മാറിപ്പോയി കേട്ടോ, അവൻ മാറിപ്പോയി കേട്ടോ, അവൻ പഴയതുപോലെ അല്ല കേട്ടോ. നിങ്ങളെക്കുറിച്ച് ഒരു സംസാരം നാട്ടിലത് വെളിപ്പെടുവാൻ പോകുന്നു. വേണമെന്നുള്ളവർ മാത്രം കൈയടിച്ചാൽ മതി. നീ പോലും അറിയാതെ നന്മയ്ക്കായി ദൈവം നിന്നെ മാറ്റുമാറാകട്ടെ. നീ പോലും അറിയാതെ തിന്മയ്ക്കല്ല, തകർച്ചയ്ക്കല്ല, നിലവിളിക്കല്ല, മറ്റൊരു ഡ്രാമയ്ക്കും ഡിസാസ്റ്ററിനുമല്ല. പകരം ഇൻ ദ നെയിം ഓഫ് ജീസസ് ദൈവം നിന്നെ മാറ്റുന്നത് ശുഭകരമായ ഭാവിക്ക് വേണ്ടിയായിരിക്കും. ദൈവം നിന്നെ മാറ്റുന്നത് ഉന്നതമായ പദ്ധതിക്ക് വേണ്ടിയായിരിക്കും. നീ പോലും അറിയാതെ നിന്റെ പ്രാർത്ഥനയെ, നിന്റെ സ്തുതിയെ, നിന്റെ ആരാധനയെ, നിന്റെ കോൺസിക്രേഷനെ സ്തോത്രം കർത്താവ് തൻ്റെ നാമത്തിന് മഹത്വത്തിനായി മറ്റൊരു നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ എത്തിക്കുമാറാകട്ടെ.
സ്തോത്രം. അങ്ങനെ മികച്ചവനായിരുന്നു. സ്തോത്രം. ആര്? യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തിന്റെ തുടക്കം നോക്കിയാട്ടെ. അവന്റെ മാതാപിതാക്കളെ നമുക്കറിയാം. സ്തോത്രം. ലേവിയ ഗോത്രത്തിൽപ്പെട്ടതായ പുരോഹിതനായ സഖരിയാവും അമ്മയാകുന്നതായ എലിസബത്തും. തിരുവചനം പറയുന്നു. സ്തോത്രം. നിങ്ങൾ വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ വീട്ടിൽ പോയി വായിച്ചു നോക്കി ഇപ്പൊ കേട്ടിരിക്കുക. സ്തോത്രം. വൃദ്ധരായ മാതാപിതാക്കൾ ദേശത്തിൽ എല്ലാവരും വിചാരിച്ചത് ഇനി അവരിൽ നിന്ന് ഒരു ഫ്രൂട്ടും വെളിപ്പെടത്തില്ല, ഒരു കുഞ്ഞും അവർക്ക് ഉണ്ടാകത്തില്ല. കാരണം കാലം ഒത്തിരി കഴിഞ്ഞു പോയി. ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു, ഒത്തിരി സീസൺസ് കഴിഞ്ഞു. ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു, ഒത്തിരി സീസൺ കഴിഞ്ഞു, ഒത്തിരി കാലം കഴിഞ്ഞു, ഒത്തിരി ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു, ഒത്തിരി അവസരങ്ങൾ കഴിഞ്ഞു. ഇനി ഒരിക്കലും ഒരു ഫ്രൂട്ടും സ്തോത്രം അവരിൽ നിന്ന് ഉണ്ടാകത്തില്ല. മീനിങ് ഒരു കുഞ്ഞു പോലും ഉണ്ടാകത്തില്ല. നിങ്ങൾ നോക്കി ആരൊക്കെയോ പറയുന്നുണ്ടായിരിക്കും. സ്തോത്രം. ഒത്തിരി അവസരങ്ങൾ കഴിഞ്ഞു, ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞു, ഇനി ഒരു നന്മയും നിന്റെ വീട്ടിൽ നിന്ന് വരത്തില്ല, ഇനി ഒരു നന്മയും നിന്റെ മക്കളിൽ നിന്ന് വരത്തില്ല, ഇനി നിന്നിൽ നിന്ന് നിന്റെ ശുശ്രൂഷകളിൽ നിന്ന് നല്ലൊരു ഫലം ഒരിക്കലും വരത്തില്ല. പക്ഷേ സ്തോത്രം, ബൈബിൾ അത് സർപ്രൈസിൻ്റെ ബുക്കാണ്. തിരുവചനം പറയുന്നു, എപ്പോഴാണോ മനുഷ്യൻ തീർന്നു എന്ന് പറയുന്നത്, ആ ഇട്ടിരിക്കുന്ന ഫുൾ സ്റ്റോപ്പുകളെ കോമയാക്കി തീർത്ത് ഇനിയുമുണ്ട് എന്ന് തെളിയിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ ലേയെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടറാണ്. സ്തോത്രം. ലേയെക്കുറിച്ച് എപ്പോൾ പ്രസംഗിച്ചാലും തലേന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ഹൃദയത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. കാരണം ചില പ്രസംഗങ്ങളുണ്ട്, എത്ര പ്രസംഗിച്ചാലും നമുക്ക് മതി വരത്തില്ല. ഓ ഖമാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അത് എത്ര പ്രസംഗിച്ചാലും അതിൻ്റെ മൂർച്ച വർദ്ധിച്ചിട്ടിരിക്കും. ലേയെക്കുറിച്ച് ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്. സ്തോത്രം. 4ാമത്തെ പുത്രൻ ജനിച്ചപ്പോൾ ഫസ്റ്റ് ഫീമെയിൽ പ്രൈസായി, അതേ ആദ്യത്തെ സ്ത്രീയുടെ സ്വരമായി അളിപ്രകാരം പറഞ്ഞു. സ്തോത്രം. ഇനി ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് യഹൂദ എന്ന് ആ 4ാമത്തെ കുഞ്ഞിന് പേരിട്ടു. ആ അധ്യായത്തിൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അവൾക്ക് പ്രസവം നിന്നു, അവളുടെ പ്രസവം നിന്നു. പക്ഷെ തിരുവചനം പറയുന്നു, സ്തോത്രം, അതേ അധ്യായത്തിൽ അവൾക്കുള്ള പ്രസവം നിന്നു. അവളുടെ കാലം കഴിഞ്ഞു, അവളുടെ അവസ്ഥ കഴിഞ്ഞു എന്നാണ് സ്തോത്രം എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ദൈവത്തെ അവൾ സ്തുതിച്ചപ്പോൾ അടുത്ത ചാപ്റ്ററിൽ പറയുന്നു, അടുത്ത അധ്യായത്തിൽ പറയുന്നു, വീണ്ടും 3 പിള്ളേരെ കൂടെ അവൾ പ്രസവിക്കുകയുണ്ടായി. ഇൻ ജീസസ് നെയിം. എവിടെയാണോ തീർന്നെന്ന് പറഞ്ഞത്, നോ, തീർന്നു എന്ന് പറയുന്നത് നീ സ്തുതിക്കുന്നവനെങ്കിൽ, നീ ആരാധിക്കുന്നവനെങ്കിൽ ചത്തിരിക്കുന്ന അവയവങ്ങളെ ജീവിപ്പിച്ച് അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ആരംഭങ്ങളെ കുറിപ്പാൻ ദൈവത്തിന് കഴിയും. ശബ്ദം ഉയർത്തി പറഞ്ഞ് ഇനിയുമുണ്ട്. ഓ, ഇനിയുമുണ്ട്. ഇനിയും നന്മകളുണ്ട് കുഞ്ഞ്, ഇനിയും ബിസിനസ് ഉണ്ട്, ഇനിയും അനുഗ്രഹങ്ങളുണ്ട്, ഇനിയും ദൈവിക വിടുതലുകളുണ്ട്. ചത്തിരിക്കുന്ന മുഴുവൻ ജീവൻ പ്രാപിക്കട്ടെ. കാരണം തിരുവചനം പറയുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവനും ജീവനില്ലാത്തത് ജീവൻ നൽകുന്നവനാണ് ദൈവം. എലോഹിം ഇന്ന് ചത്ത അനുഭവങ്ങളെ ജീവിപ്പിക്കുന്നവനാണ്, ചത്ത അവസ്ഥകളെ ജീവിപ്പിക്കുന്നവനാണ്. ചത്ത പ്രൊഫസീസ് ജീവൻ പ്രാപിക്കുമാറാകട്ടെ, ചത്ത പ്രവചനങ്ങൾ ജീവൻ പ്രാപിക്കുമാറാകട്ടെ, ചത്ത ദർശനങ്ങൾ ജീവൻ പ്രാപിക്കുമാറാകട്ടെ. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്ന് അരുളി ചെയ്ത ദൈവകൃപയാൽ ജീവൻ പ്രാപിക്കട്ടെ. ഓ ഹല്ലേലൂയ. ലൂക്കോസ് 2 നിങ്ങൾ വായിക്കുമ്പോൾ ഇതാ ലേവിയ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതനാകുന്ന സഖരിയാവ് അവൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു പോകുന്നു. സ്തോത്രം. ഇത്രയോ വർഷം കാത്തിരുന്നു, അതുകൊണ്ട് അവൻ്റെ വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. കാത്തിരുന്ന് ക്ഷീണിച്ചു പോയ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, നാളുകളായി കാത്തിരുന്ന് ജോലി കിട്ടിയില്ല, നന്മ കിട്ടിയില്ല, പിള്ളേരെ കെട്ടിച്ചിട്ടില്ല, പല കാര്യം നടന്നില്ല, കാത്തിരുന്ന് ക്ഷീണിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്കുള്ള ദൂത് ഇതാണ്: ഒരിക്കലും ആരാധനയിൽ ക്ഷീണിക്കല്, ഒരിക്കലും കൂട്ടായ്മയിൽ ക്ഷീണിക്കല്. ദൈവത്തെ സേവിക്കും തോറും ദൈവത്തെ സേവിക്കുന്നതിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകല്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ മനോഹരമായി ബിൽ ഗെയ്ദർ എഴുതിയതായ ഒരു ഗാനമുണ്ട്. അതിൻ്റെ ലൈൻ എങ്ങനെയാണ്: എത്രത്തോളമാണോ ഞാൻ ദൈവത്തെ സേവിക്കുന്നത്, എത്രത്തോളമാണ് ഞാൻ ദൈവത്തെ സേവിക്കുന്നത്, അത്രത്തോളം സീറ്റർ അത്രത്തോളം മാധുര്യവാനാണെന്ന് അവൻ എൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞു വരും. എത്രത്തോളമാണോ യേശുവിനെ നിങ്ങൾ സേവിക്കുന്നത്, അത്രത്തോളം മാധുര്യമുള്ളവനെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും.
അതുകൊണ്ട് പ്ലീസ്, ഒരു പക്ഷേ ചിലത് സ്തോത്രം വരുവാൻ വൈകിയാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അതേ നാളുകളായി സ്തോത്രം ലേറ്റായാലും നിങ്ങൾക്ക് മറുപടി കിട്ടിയാലും നിന്റെ ആരാധനയിൽ ക്ഷീണിക്കല്ല. കാരണം ഇവൻ വൃദ്ധനാണ് സ്തോത്രം. പക്ഷേ എന്നാലും അവൻ വൃദ്ധനാണ്, തനിക്ക് മറുപടി വന്നിട്ടില്ല. ആ മറുപടി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവന് സ്തോത്രം ഉഴപ്പിയതയില്ല. താൻ വൃദ്ധനാണ്, നിന്റെ സീസൺസ് എല്ലാം പോയി, നിന്റെ ഓപ്പർച്യൂണിറ്റി എല്ലാം അവസാനിച്ചു. സ്തോത്രം, നിനക്ക് മറുപടി കിട്ടിയില്ല. മറുപടി കിട്ടിയില്ലെങ്കിൽ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. മറുപടി വന്നില്ല, പക്ഷെ എന്നാലും എൻ്റെ ആരാധനയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ സീസൺ കഴിഞ്ഞുവെന്ന് ആരൊക്കെയോ പറയുന്നു, പക്ഷെ എങ്കിലും എൻ്റെ ആരാധനയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതെ, തൻ്റെ സീസൺ, തൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും തൻ്റെ സ്തോത്രം ആരാധനയെ തടയുവാൻ കഴിഞ്ഞില്ല. തൻ്റെ സ്തോത്രം അതെ വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു, കാത്തിരിപ്പുകൾ ഒത്തിരി നീണ്ടുപോയി. പക്ഷെ തിരുവചനം പറയുന്നു, സ്തോത്രം, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തിന് ലജ്ജിച്ചു പോകത്തില്ല. റെഫറൻസ് ഞാൻ പറഞ്ഞു തരാം. സങ്കീർത്തനം 25:3, യഹോവേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യഹോവേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിന് ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ ഏതൊക്കെ ആവശ്യങ്ങളുടെ മുഖത്ത് കാത്തിരിക്കുന്നവർ നോക്കി ഞാൻ പറയുന്നു, നീ ഒരിക്കലും ലജ്ജിച്ചു പോക ഇല്ല. ദൈവത്തെ കാത്തിരിക്കുന്ന സ്തോത്രം, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. പുതിയ നിയമത്തിന്റെ ഇയ്യോബുമാരായി ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ടെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ എൻ്റെ ദൈവത്തിനായി കാത്തിരിക്കും. കാത്തിരിക്കുന്നവരുണ്ടോ? നിശ്ചയം ഇൻ ജീസസ് നെയിം. നിന്റെ വാച്ചിൽ, നിന്റെ കലണ്ടറിൽ ടൈം ലേറ്റായി കാണും, പക്ഷെ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ ഒരു ടൈമുണ്ട്. അറ്റ് എ ഡ്യൂ ടൈം. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ടൈമുണ്ട്. ഓ ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ഡ്യൂ ടൈം. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ. ഡ്യൂ ടൈം. ഈ കുട്ടികൾ ജനിച്ചത്, നിങ്ങൾ ഞാനും ജനിച്ചത് ദൈവത്തിന്റെ ഡ്യൂ ടൈമിലാണ്. ഡോക്ടറുടെ നേരത്തല്ല, ഹോസ്പിറ്റലിന്റെ സമയത്തല്ല, ദൈവത്തിന്റെ ടൈമിലാണ് നമ്മൾ ജനിച്ചത്. ദൈവത്തിന്റെ ടൈമിൽ നമ്മൾ ജനിച്ചുവെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ജനിപ്പാൻ ഒരു ടൈം ഉണ്ട്. നിന്റെ ലൈഫ് ഒരിക്കലും പിശാചിന് കവരുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ടൈം സ്റ്റീലിംഗ് ഡബിൾ, സമയത്തെ കവരുന്ന അന്ധകാര ശക്തികളെ സമയത്തെ കവരുന്ന സകല അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച്, ഓ ദൈവകൃപയിൽ ജനം പറയട്ടെ, എനിക്കൊരു ടൈമുണ്ട്. ഹല്ലേലൂയ. 4 പേരെ തൊട്ട് പറയാം, എല്ലാ ഡിലേ ക്യാൻസൽ ചെയ്യുന്നു. പറഞ്ഞാട്ടെ, എല്ലാ ഡിലേ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ഡിലേ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ഡിലേ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ഡിലേ. ആ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് തൊട്ട് പറ, എല്ലാ ഡിലേ ക്യാൻസൽ ചെയ്യുന്നു. അഡ്മിഷന്റെ, ഭാവിയുടെ, വിവാഹത്തിന്റെ, ജോലിയുടെ, ശുശ്രൂഷകളുടെ സകല കാലതാമസങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ. കൈയടിക്കുന്നേ, നേരെ കൈയടിക്കുന്നേ. പ്രായമായെന്നേ, അവസരം പോയെന്നേ നാട്ടുകാർ പറയുന്നു. ഇത്രയും പുള്ളിക്ക് പ്രായമായില്ലേ, അമ്മച്ചിക്ക് പ്രായമായില്ലേ, എലിസബത്ത് അമ്മച്ചി, സ്തോത്രം, സക്കറിയാപ്പച്ചൻ, ഇത്രയും പ്രായമായില്ലേ, അവസരം കുറഞ്ഞില്ലേ. പക്ഷെ അവൻ പറഞ്ഞു, പ്രായമെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, അവസരം പോയെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ ഞാൻ ആരാധിക്കുന്നവനെ ആരാധിക്കും. ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടവനെ ട്രസ്റ്റ് ചെയ്യും. ഞങ്ങൾ ആശ്രയിക്കേണ്ടവനെ ആശ്രയിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കുറയത്തില്ല, ഞങ്ങളുടെ വിശ്വാസം തണുക്കത്തില്ല. തുരുമ്പ് പിടിക്കാത്ത വിശ്വാസത്തിനായി സ്തോത്രം. ഓ, നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ കൊണ്ടുപോകൊള്ളാം. തുരുമ്പ് പിടിക്കാത്ത വിശ്വാസത്തിനായി സ്തോത്രം. പഴകാത്ത ഭക്തിക്കായി സ്തോത്രം. തുരുമ്പ് പിടിക്കാത്ത വിശ്വാസം, പഴകാത്ത ഭക്തി. ആർക്കെങ്കിലും വേണം മക്കളെ? ആർക്കെങ്കിലും വേണോ? ഇന്ന് പകൽക്കാലം വിസ കിട്ടും, അത് കിട്ടും. തുരുമ്പ് പിടിക്കാത്ത വിശ്വാസം, പഴകാത്ത ഭക്തി.
Come on, take it in Jesus' name. Hallelujah. എത്ര പതിറ്റാണ്ടുകൾ തുടർന്നുള്ള നാളുകളിൽ നീ ജീവിച്ചിരുന്നാലും മന്ന അതേ പെട്ടകത്തിനകത്തിരുന്നതായ മന്ന ചീത്തയായി പോകാത്തതുപോലെ ഒരിക്കൽ കൂടെ പെട്ടകത്തിനകത്തിരുന്ന മന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ പകൽക്കാലം സ്വർഗം നിന്നോട് പറയുന്നു, ഇതാണ് ഞാൻ നിന്നത് പ്രതീക്ഷിക്കുന്നത്. നിന്റെ ഭക്തി പഴകാൻ പാടില്ല, നിന്റെ വിശ്വാസം തുരുമ്പ് പിടിക്കാൻ പാടില്ല. യെസ് 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 യെസ്. ഓ പരിശുദ്ധാത്മാവേ, ഇംപാർട്ട് ദാറ്റ്. അത് ഞങ്ങളിൽ പകർന്നാട്ടെ. പഴകാത്ത വിശ്വാസം, തുരുമ്പ് പിടിക്കാത്ത വിശ്വാസം, പഴകാത്ത ഭക്തി. പ്രായം ഒത്തിരിയായി, പക്ഷെ എന്നാലും പുള്ളി ദേവാലയത്തിലേക്ക് പോവുകയാണ്. ക്രമപ്രകാരമുള്ള കൂറനുസരിച്ച്. പണ്ട് ദാവീദിന്റെ കാലത്ത് സ്തോത്രം 24 മണിക്കൂറും ആരാധനയാണ്. ദാവീദിന്റെ കൂടാരത്തിൽ മാത്രം 4000 പേർ കണ്ടിന്യൂസ് ആരാധനയാണ്. നിങ്ങൾ വിചാരിച്ചത് 2.5 മണിക്കൂറിന് ആരാധന തീരുമെന്നാണ്. നോ 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 നോ. 24 hours. വീട്ടിൽ പോകുമ്പോഴും ആരാധനയാണ്, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും ആരാധനയാണ്. നാളെ ആരാധനയുണ്ട്, ചൊവ്വാഴ്ച ആരാധനയുണ്ട്, അമാവാസിക്കും ആരാധനയുണ്ട്, പൗർണമാസിക്ക് ആരാധനയുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിച്ചത് പൈസയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ സൃഷ്ടിച്ചത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനാണ്. വലത്തോട്ട് തിരിഞ്ഞു കിടക്കുന്ന നീ പുലർക്കാലം 2:30 മണിക്ക് കൊതുക് കുത്തി കോട്ട് വായിട്ട് വലത്തേക്ക് അത് ഇടത്തേക്ക് തിരിയുമ്പോൾ, വലത്തോട്ട് തിരിഞ്ഞു കിടക്കുന്ന നീ കൊതുക് കുത്തി രാത്രി പുലർക്കാലം 2:30 മണിക്ക് ഇടത്തേക്ക് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴും അപ്പോഴും നടക്കുന്നത് ആരാധനയാണ്. ദാവീദിന്റെ കൂടാരത്തിന്റെ പ്രത്യേകതയാണ് വിവിധ ഗ്രൂപ്പുകളായി മലയാള ബൈബിൾ പറയുന്നതനുസരിച്ച് വിവിധ കൂറുകളായി അതേ മാറ്റി, സ്തോത്രം മാറ്റി അതേ പല ഗ്രൂപ്പുകളെ പുരോഹിതന്മാരെ തിരിച്ചപ്പോൾ അബിയാക്കൂറിൽ നിന്ന് സഖരിയാവ് പുറപ്പെട്ടു. അവനിതാ സ്തോത്രം അതേ മറുപടി കിട്ടിയില്ല, പക്ഷേ ധൂപം ഇടുകയാണ്. മറുപടി കിട്ടിയില്ല, പക്ഷേ എങ്കിലും സ്തോത്രം അതേ തീയിട്ട് ധൂപത്തിൽ ഫ്രാങ്കിൻസെൻസ് ധൂപത്തിൽ തീയിട്ടിട്ട് സ്തോത്രം അതിങ്ങനെ വീശുമ്പോൾ ധൂപം മേലേക്ക് പൊങ്ങി, മേലെ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഫ്രാങ്കിൻസെൻസ്, ഓ സ്തോത്രം. ഫ്രാങ്കിൻസെൻസ് പ്രസാദങ്ങൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഫ്രാങ്കിൻസെൻസ് കോട്ടൂർ വനത്തിൽ നിന്ന് മേടിച്ച് തരാമെന്ന്. ശരിയല്ലയോ? സ്തോത്രം. കോട്ടൂർ വനത്തിൽ നിന്ന് ഫ്രാങ്കിൻസെൻസ് അത് ഇന്നലെ പോയി. താങ്ക് യു. ഹല്ലേലൂയ. കിലോ കണക്കിന് വേണം. സ്തോത്രം. കാരണം എൻ്റെ കുറേ അമേരിക്കൻ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഫ്രാങ്കിൻസെൻസ് ഭയങ്കര സ്തോത്രം ഇഷ്ടമാണ്. സോ ഇത് സഭായോഗമാണ്. ഫ്രാങ്കിൻസെൻസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ അല്ല ഞാൻ. കർത്താവ് യേശുവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. പക്ഷേ ആ കുറ്റിച്ചെടിയിൽ വിവിധ ക്രമത്തിൽ വിവിധ ഡയറക്ഷനിൽ കല്ലുകൊണ്ടായിരിക്കാം, ചിറ്റിക കൊണ്ടായിരിക്കാം, അത് ചതയുമ്പോഴാണ് ആ കറ ഇങ്ങനെ പുറത്തു വന്ന് കട്ടുപിടിച്ച് സ്തോത്രം അത് ഫ്രാങ്കിൻസെൻസ് ആകുന്നത്. ഇന്ന് പകൽക്കാലം ചതഞ്ഞ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഓ ഗ്ലോറി. ലൈഫിൽ ചതഞ്ഞവർ ജീവിതത്തിൽ ചതയുമ്പോൾ മനസ്സിലാക്കണം, ഒരു നറുമണം നിന്നിലൂടെ പുറത്തു വരുന്ന ദിവസങ്ങളാണ്. ലൈഫിൽ ചതയുമ്പോൾ മനസ്സിലാക്കണം, നിനക്കത് പെയിനാണെങ്കിലും നിന്റെ അടുക്കൽ വരുന്നവർക്കത് സുഗന്ധമാണ്. Receive that in Jesus' name. Hallelujah. 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 കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പലരും എന്നോട് പറഞ്ഞു, അങ്കിൾ സ്തോത്രം ഒരു ക്രൗഡ് പുള്ളിങ് അനോയിന്റിങ്ങിൻ്റെ ഇമ്പാർട്ടേഷൻ റിലീസ് ചെയ്യണം. സ്തോത്രം. അത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, ഈ നറുമണം കണ്ട് ജനം കൂടി വരണമെങ്കിലുണ്ടല്ലോ, അതിന് മുമ്പൊരു കാര്യമുണ്ട്, നീ ചതയണം. സ്തോത്രം. നീ ചതഞ്ഞത് കൊണ്ടാണ് ആ നറുമണമുള്ള അതുകൊണ്ട് ലൈഫിൽ ചതഞ്ഞ സ്തോത്രം ചതഞ്ഞ പിതാക്കന്മാർ സഹോദരന്മാർ ഓർത്തുകൊള്ളാം, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം ആത്മാക്കൾക്ക് നിന്റെ ദൈവം ഈ നാളുകൾ വലിയൊരു സുഗന്ധമാക്കി, വലിയൊരു അഭിഷേക സുഗന്ധമാക്കി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. നീ കണ്ടവർ മാത്രമല്ല, നിനക്ക് പരിചയമില്ലാത്ത ജനത്തിന് നീ ഒരു ഭയങ്കര അനുഗ്രഹമാകാൻ പോകുകയാണ്.
തല കുലുക്കിയിരിക്കാതെ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ആ ഫ്രാങ്കിൻസെൻസ്, തെലുങ്കിൽ പറഞ്ഞാൽ സാമ്പ്രാണി, മലയാളത്തിൽ പറഞ്ഞാൽ കുന്തിരിക്കം. സ്തോത്രം. കുന്തിരിക്കം ആ ധൂപകലശത്തിലിട്ട് ആ ധൂപം വീശി നിൽക്കുമ്പോൾ ധൂപത്തിന്റെ പുക സ്തോത്രം സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോൾ ദാ വരുന്നു ഗബ്രിയേൽ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. കർത്താവ് യേശുവിന്റെ ഒന്നാമത്തെ വരവിന് മുൻപ് നടന്ന പല കാര്യങ്ങൾ സിമിലറായി അവന്റെ രണ്ടാമത്തെ വരവിന് തൊട്ട് മുൻപും ആക്ടിവേറ്റ് ആകും. ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ ഒന്നാമത്തെ വരവിങ്കൽ നടന്നതായ പല കാര്യങ്ങൾ രണ്ടാമത്തെ വരവിങ്കൽ ആക്ടിവേറ്റ് ആകും. കഴിഞ്ഞ 34 വർഷം ഞാൻ പറയാത്ത കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ വരവിങ്കൽ നടന്ന പല കാര്യങ്ങൾ രണ്ടാമത്തെ വരവിങ്കൽ ആക്ടിവേറ്റ് ആകും. യേശു കർത്താവിന്റെ ഒന്നാമത്തെ വരവിന് തൊട്ട് മുമ്പ് 4 പ്രാവശ്യം ദൂതന്മാർ ഇറങ്ങിയതായി 4 സുവിശേഷം പറയുന്നു. 4 പ്രാവശ്യം ദൂതന്മാർ ഇറങ്ങി വന്നു. അതിനർത്ഥം യേശുവിന്റെ നാമത്തിൽ ഏഞ്ചലിക് മിനിസ്ട്രി ഭയങ്കരമായി ഈ അന്ത്യകാലത്ത് ആക്ടിവേറ്റ് ആകാൻ പോകുന്നു. ദൂതന്മാരുടെ ശുശ്രൂഷ അതിഭയങ്കരമായി വലിയ അളവിൽ ഈ ദിവസങ്ങൾ ആക്ടിവേറ്റ് ആകാൻ വേണ്ടി പോകുകയാണ്. ഇതാ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥനയുടെ ആരാധനയുടെ ധൂമം ഉയർന്നപ്പോൾ ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് കോമഡി ഷോ അല്ല ഉയരേണ്ടത്. നിന്റെ വീട്ടിൽ നിന്ന് ഫേസ്ബുക്കും സ്തോത്രം യൂട്യൂബിന്റെ റീലല്ല പൊങ്ങേണ്ടത്. നിന്റെ അധരത്തിൽ നിന്ന് പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും ഉയരുമ്പോൾ ദൂതന്മാർ ഇന്നും ദൈവകൃപയാൽ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. യെസ്, ഇറങ്ങിയത് സ്തോത്രം മിഖായേലല്ല, അല്ലെങ്കിൽ വാർ ഏഞ്ചൽ അല്ല, അല്ലെങ്കിൽ ഹീലിംഗ് ഏഞ്ചൽ അല്ല. ഇറങ്ങിയത് സ്തോത്രം ഗബ്രിയേൽ അത്രേ. സോ ഗബ്രിയേൽ പർട്ടിക്കുലർ എന്തിനാ വേണ്ടിയാണ് ഇറങ്ങി വന്നത്? സ്തോത്രം. ഞാൻ ചോദിച്ചു വൈ ഗബ്രിയേൽ? ഗബ്രിയേൽ എന്ന വാക്കിന് അർത്ഥം ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. ദൈവം എൻ്റെ ബലമാണ്. പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ ബലമാണ്. കഴിച്ച ആഹാരമല്ല നിന്റെ ബലം, നിന്റെ ഫ്രണ്ട് സർക്കിൾ അല്ല നിന്റെ ബലം, നിന്റെ സ്വാധീനമുള്ളവരല്ല നിന്റെ ബലം, സൈഡിലല്ല നിന്റെ ബലം, മേലെയാണ് നിന്റെ ബലം. The Lord is your strength. The Lord is your strength. ദൈവം എൻ്റെ ബലം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ദൈവം എൻ്റെ ബലം? കേക്ക്. ദൈവം എന്നെ ബലപ്പെടുത്തുന്നു എന്ന് പറയുന്നതും ദൈവം എൻ്റെ ബലം എന്ന് പറയുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞായറാഴ്ച മീറ്റിങ്ങിന് കൂടി വന്നു, ദൈവം എന്നെ ബലപ്പെടുത്തി. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ബലം പോയി. സ്തോത്രം. ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറിയപ്പോൾ ദൈവം എന്നെ ബലപ്പെടുത്തി. ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ബലം പോയി. ഞായറാഴ്ച രാവിലെ ബലം കയറുന്നു, ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബലം പോകുന്നു. നോ, അതല്ല ക്രിസ്തീയ ജീവിതം. ദൈവം എന്നെ ബലപ്പെടുത്തുന്നു എന്നല്ല, ദൈവം എന്റെ ബലമാണ്. ഹല്ലേലൂയ. യഹോവയെങ്കിലെ സന്തോഷം എൻ്റെ ബലം. ദൈവം എന്നെ ബലപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബലം ഉള്ളവനാകും, ബാക്കി സമയത്ത് ഞാൻ ബലഹീനനാകും. പക്ഷെ ദൈവം എൻ്റെ ബലമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ, ദൈവം എൻ്റെ ബലമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ, ദൈവം എൻ്റെ ബലമെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിന്റെ ഒരു സെക്കൻഡ് പോലും ഞാൻ ബലഹീനനല്ല. എന്റെ ഒരു സീസണിൽ പോലും ഞാൻ ബലഹീനനല്ല, ഞാൻ ബലത്തിൽ ജീവിക്കുകയാണ്. ഓ കമാൺ കമാൺ. അങ്ങനെയുള്ള കുറച്ചു പേരെ എനിക്കിന്ന് പകൽ വേണം. യെസ് യെസ് യെസ്. ബലം ക്ഷയിക്കാത്ത ചിലരെ ഇന്ന് പകൽ എന്റെ ദൈവത്തിന് വേണം. ബലം കളയുന്ന ശിംശോന്മാരല്ല, ബലം കളഞ്ഞതായ കീശിന്റെ മകൻ ശൗലിനെ പോലെ ഉള്ളവരല്ല, യഹോവ എന്റെ ബലം എന്ന് പറയുന്നവർ. Oh, come on, hallelujah. സ്തോത്രം. വൃദ്ധനായ മനുഷ്യനാണ് സ്തോത്രം ഈ സഖരിയാവ്. ഒത്തിരി നാൾ കാത്തിരുന്നവനാണ് ഈ സഖരിയാവ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നീ ബലഹീനനായോ? അതേ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിന്റെ ബലം ക്ഷയിച്ചു പോയോ? എന്നാൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിന്റെ ബലം ക്ഷയിച്ചു പോയെങ്കിൽ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് നീ ക്ഷീണിച്ചു പോയെങ്കിൽ, കാത്തിരുന്ന് നീ കുഴഞ്ഞു പോയെങ്കിൽ, പ്രായം കൊണ്ട് നീ കുഴഞ്ഞു പോയെങ്കിൽ, വരുന്നു നിന്നെ ബലപ്പെടുത്തുവാൻ.
നിന്നെ ബലപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ സഭായോഗത്തിന് ഒരു ബലം വ്യാപരിക്കുകയാണ്. ഈ പകൽക്കാലം ബലം വ്യാപരിക്കുകയാണ്. ഡിസംബർ മാസം 8-ാം തീയതി ആരൊക്കെ ദൈവം ബലപ്പെടുത്തുന്ന ഒരു സെഷനാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് കരങ്ങളെ അടിച്ച് ബലഹീനപ്പെട്ടിരിക്കുന്നവർ ബലപ്പെടുമാറാകട്ടെ. രണ്ടുപേരെ തൊട്ട് പറ, നമ്മളെ ബലപ്പെടുത്തി അയക്കാൻ പോവുക, നമ്മളെ ബലപ്പെടുത്തി അയക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം താഴെ ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയണം, ഇന്ന് ബലപ്പെട്ട ഒരു പകലായിരുന്നു. വീട്ടിൽ ചിലപ്പോൾ പരസ്പരം പറയണം, വന്ന് കയറിയത് പോലെയല്ല, ബലപ്പെട്ട അപ്പച്ചൻ പറഞ്ഞയച്ചത്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഇതൊരു ജിംനേഷ്യം പോലെ നിന്റെ ഫെയ്ത്ത് മസിലിനെ വെയിറ്റ് ലിഫ്റ്റ് പോലെ നിന്നെ അവൻ ബലപ്പെടുത്തുകയാണ്. സെഖര്യാവേ താമസിച്ചോ എന്ന് ചിന്തിക്കുന്നു. സ്തോത്രം. സെഖര്യാവേ പ്രായം കൂടുതലായെന്ന് പറഞ്ഞു ക്ഷീണിച്ചു പോയോ? നിന്നെ ബലപ്പെടുത്താൻ ഗബ്രിയേൽ വരികയാണ്. Thank God for the angelic ministry. ഇത് പകൽക്കാലം നിന്റെ ഹൃദയ കണ്ണ് തുറന്നു നോക്കിയാൽ ഈ ഹാളിന്റെ പല കോണുകളിൽ ഈ പ്ലാറ്റ്ഫോമിൽ ശക്തന്മാരായ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സംഭവിക്കട്ടെ. സൂപ്പർ നാച്ചുറൽ ഗോളി എൻകൗണ്ടറിന് വേണ്ടി ഈ ജനം ഒരുക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ആ ദൂതൻ വന്നിറങ്ങിയിട്ട് 3 കാര്യമാണ് പറഞ്ഞത്. ഒരു പ്രസംഗമാണ്, 3 മിനിറ്റ് കൊണ്ട് പറയാം. ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ലൂക്കോസ് 1:19. ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ദൈവത്തിന്റെ ദൂതൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ കേൾക്കണം, ദൈവത്തിന്റെ മക്കളും വല്ലയിടത്തുമല്ല നിൽക്കേണ്ടത്, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരായിരിക്കണം. I stand in the presence of God. ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കണം. യെസ്, ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്നു. 1 സങ്കീർത്തനം 1 വാക്യം പറഞ്ഞാട്ടെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പിന്നെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ. പാപിയുടെ വഴിയിലല്ല നീ നിൽക്കേണ്ടത്. മറ്റുള്ളവൻ പറയുന്നത് നിനക്ക് പറയാൻ പറ്റത്തില്ല. അവൻ ജീവിക്കുന്നത് പോലെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവൻ പാടുന്നത് നിനക്ക് പാടാൻ കഴിയത്തില്ല. അവൻ കഴിയുന്നത് പോലെ നിനക്ക് കഴിയാൻ. You should always stand in the presence of God. ദൈവ സന്നിധിയിൽ നീ നിൽക്കുന്നവനായിരിക്കണം. ഈ പോയിന്റിൽ ഞാൻ എപ്പോഴും സാധു സുന്ദർ സിംഗിനെ കോട്ട് ചെയ്യാറുണ്ട്. സാധു സുന്ദർ സിംഗ് സ്തോത്രം, അതേ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. സാധു സുന്ദർ സിംഗിനോടൊപ്പം വർക്ക് ചെയ്തതായ ഒരു അപ്പച്ചൻ്റെ കൊച്ചുമോനെ ഞാൻ പഞ്ചാബി വെച്ചുകൊണ്ട് ലുധിയാനയിൽ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വലിയപ്പച്ചൻ സാധു സുന്ദർ സിംഗുമായി ഒരുമിച്ച് യാത്ര ചെയ്തു. എൻ്റെ വലിയപ്പച്ചൻ സാധു സുന്ദർ സിംഗിൻ്റെ ഒരു അസോസിയേറ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ഫുഡ് മാറ്റി വെച്ച് സ്തോത്രം പഞ്ചാബി ധാബയിൽ അപ്പച്ചനോട് ചോദിച്ചു, പറ ഫുഡ് പിന്നെയും കിട്ടും, പക്ഷേ നിങ്ങളെ എനിക്ക് പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് പറ, നിങ്ങളുടെ വലിയപ്പച്ചൻ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് ഈ എന്താ സ്തോത്രം അതേ പറഞ്ഞിട്ടുള്ളത്. കാരണം പൗലോസ് അപ്പോസ്തലനേക്കാൾ ചിലർ പറയുന്നു ഏറ്റവും കൂടുതൽ ജീസസുമായി ഫേസ് ടു ഫേസ് എൻകൗണ്ടറിൽ ജീവിച്ച മനുഷ്യനായിരുന്നു സാധു സുന്ദർ സിംഗ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വലിയപ്പച്ചൻ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. വൈകിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ അദ്ദേഹം പറയും, വാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 1 മണിക്കൂർ അവർ പ്രാർത്ഥിക്കും. 10 മണിയാകുമ്പോൾ അദ്ദേഹം പറയും, ഗുഡ് നൈറ്റ്, എല്ലാവരും ഉറങ്ങിയാട്ടെ. അപ്പോഴേക്കും എല്ലാവരും നോക്കും, ഈ പുള്ളി എന്തോ എടുക്കാൻ പോവാ. സാധു സുന്ദർ സിംഗ് മൂട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 12 മണിയാകുമ്പോൾ കൊതുകടിച്ചു കണ്ണു തുറന്ന് നോക്കിയപ്പോഴും സാധു സുന്ദർ സിംഗ് സ്തോത്രം അതേ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. രാത്രി 2 മണിക്ക് ആരോ തിരിഞ്ഞു കിടന്നു, അപ്പോഴും നോക്കി സാധു സുന്ദർ സിംഗ് പ്രാർത്ഥിക്കുകയാണ്. പുലർക്കാലം 4 മണിയായി സാധു സുന്ദർ സിംഗ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. 4 മണി കഴിഞ്ഞ് ഏകദേശം 4:30 ആകുമ്പോൾ അദ്ദേഹം പറയും, വാ എല്ലാവരും എഴുന്നേറ്റേ, വാ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അടുത്ത ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകും. ആ ഗ്രാമവാസികൾ ഇപ്രകാരം പറയും, റവറൻഡ് സാധു സുന്ദർ സിംഗ് അല്ലെങ്കിൽ ബിഷപ്പ് സാധു സുന്ദർ സിംഗ് വരുന്നതെന്നല്ല പറയുന്നത്. പകരം സ്തോത്രം അതേ അവർ ഇപ്രകാരം പറയും, യേശു വരുന്നു, കാരണം ദൈവ സന്നിധിയിൽ നീ എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം ദൈവ സാന്നിധ്യത്തിൽ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് പകരപ്പെടുന്നു.
എത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിൽക്കുന്നു. ഹേ സ്തോത്രം. അമ്മച്ചുമാർ ഇപ്പൊ എന്നെ നോക്ക്. ആ ഉപ്പ് വെള്ളത്തില് ആ മാങ്ങ ഇട്ടപ്പോ അത് ഉപ്പ് ഭരണിയിൽ എത്രത്തോളം മാങ്ങ കിടക്കുന്നു, എത്രത്തോളം ഉപ്പ് ഭരണിയിൽ മാങ്ങ കിടക്കുന്നു. മക്കളെ, ആ മാങ്ങയുടെ പേര് പറ. എത്രത്തോളം ഉപ്പ് ഭരണിയിൽ, എത്രത്തോളം ഉപ്പ് ഭരണിയിൽ മാങ്ങ കിടക്കുന്നു, അത്രത്തോളം ഉപ്പ് മാങ്ങിയെങ്കിൽ എത്രത്തോളം ദൈവ സന്നിധിയിൽ നീ നിൽക്കുന്നു. ഓ come on, hallelujah. വീഴ്ചയ്ക്ക് മുമ്പ് ആദാം മഹത്വത്തിൽ ദൈവത്തോട് കൂടെ നടന്നതുപോലെ, വീഴ്ചയ്ക്ക് മുമ്പ് ആദാം ദൈവത്തിന്റെ മഹത്വത്തിൽ നടന്നതുപോലെ, മിനിസ്ട്രിക്കല്ല, പോപ്പുലാരിറ്റിക്കല്ല, യൂട്യൂബിനല്ല, ഫേസ്ബുക്കിനല്ല, ജനത്തിനല്ല, ക്രൗഡിനല്ല, പോപ്പുലാരിറ്റിക്കല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് കോൾ കം. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനായിരിക്കും. 2 കരങ്ങളെ ഉയർത്തി 30 മിനിറ്റ് വാക്ക് കൊടുത്ത്, ഓ ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നവനായിരിക്കും. ലെറ്റ് മീ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞങ്ങളുടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നവനായിരിക്കും. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നവനായിരിക്കും. ഐ ഗ്യാരണ്ടി യു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവനെങ്കിൽ നിൻ്റെ ദൂത് വ്യത്യസ്തമായിരിക്കും. ദൈവസന്നിധി നിൽക്കുന്നവനെങ്കിൽ നിൻ്റെ ഭാഷ വ്യത്യസ്തമായിരിക്കും. ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെങ്കിൽ നിൻ്റെ ശുശ്രൂഷ വ്യത്യസ്തമായിരിക്കും, നിൻ്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും. കം ഓൺ, ഹല്ലേലൂയ. Number 2, he stand in the presence of God. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. രണ്ടാമതായി തിരുവചനം പറയുന്നു, സ്തോത്രം, ലൂക്കോസ് 1:19, നിന്നോട് ഈ സദ്വർത്തമാനം സംസാരിപ്പാനായി ഞാൻ വന്നിരിക്കുന്നു. നിന്നോട് ഈ സദ്വർത്തമാനം അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. ഓ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനെങ്കിൽ വേറെ ആർക്കും പറവാൻ കഴിയാത്ത ഒരു ദൂത് നിനക്കുണ്ടായിരിക്കും. ഓ come on, hallelujah. യേശുവിന്റെ നാമത്തിൽ ആരും പറയാത്ത ഒരു ദൂത് നിനക്കുണ്ടായിരിക്കും. സഹോദരങ്ങളെ, ആരും പറയാത്ത ഒരു ദൂത്. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. സ്തോത്രം. ആരും പറയാത്ത ഒരു ദൂത്. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൂത് മാറുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, ദൂത് മാറുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആരും പറയാത്ത ഒരു വർത്തമാനം നിനക്കുണ്ടായിരിക്കും. ആരും പറയാത്ത ദൂത് നിനക്കുണ്ടായിരിക്കും. ദൈവവചനത്തിന് ഏതൊക്കെ ഫ്ലേവർ ഉണ്ടോ അത് മുഴുവൻ നീ കൈകാര്യം ചെയ്യുന്നവനായിരിക്കും. ഓ, ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏത് ഫ്ലേവേഴ്സ് ഉണ്ടോ അത് മുഴുവൻ നീ കൈകാര്യം ചെയ്യുന്നവനായിരിക്കും. വചനം പഠിപ്പിക്കണമോ നീ അത് ചെയ്യും. വചനം കൗൺസിൽ ചെയ്യണമോ നീ അത് ചെയ്യും. വചനം പ്രവചിക്കണമോ നീ അത് ചെയ്യും. വചനം പ്രസംഗിക്കണമോ നീ അത് ചെയ്യും. വചനം പാലാണ്, വചനം തേനാണ്, വചനം ചുറ്റികയാണ്, വചനം തീയാണ്, വചനം വാളാണ്, വചനം അപ്പമാണ്, വചനം കട്ടിയായ ആഹാരമാണ്. ഓ കമാൻ, ഒരിക്കൽ കൂടെ. വചനം പാലാണ്, വചനം തേനാണ്, വചനം കട്ടിയായ ആഹാരമാണ്, വചനം അപ്പമാണ്, വചനം വാളാണ്, വചനം ചുറ്റികയാണ്. ദൈവവചനത്തിന്റെ പകർച്ച, ദൈവവചനത്തിന്റെ ധാരാളിത്വം അതിന്റെ എസൻസോടും എഫക്റ്റീവായും അതിന്റെ എഫക്റ്റീവായി വെളിപ്പെടട്ടെ. ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുന്നവനാണ്. സ്തോത്രം. അതുകൊണ്ട് നിന്നോട് ഇത് സംസാരിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. സ്തോത്രം. നമ്പർ 3, മൂന്നാമത് ഒരു കാര്യം കൂടെ ഇറങ്ങിയതായി ഗബ്രിയേൽ പറയുന്നു. മോനെ, സ്തോത്രം. ലൂക്കോസ് 1:19 മൂന്നാമത്തെ ഭാഗം വേദപുസ്തകം പറയുന്നു, ടു ഷോ ദ ഗുഡ് tidings of God. സ്തോത്രം. അത് ഈ സദ്വർത്തമാനം നിന്നെ അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുമ്പോൾ, and to show these glad tidings, ഈ നല്ല പ്രവൃത്തി നിന്റെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നു. കേക്ക്. ഒരു വശത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനെങ്കിൽ നിനക്ക് പറയാൻ ദൂതുണ്ട്, നിനക്ക് പ്രവർത്തിപ്പാൻ ദൈവ പ്രവൃത്തിയുണ്ട്.
പറയാൻ ദൂതുണ്ട്. സ്തോത്രം ചെയ്ത് കാണിക്കാൻ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. പറയാനുമുണ്ട്, ചെയ്യാനുമുണ്ട്. ഒരിക്കൽ കൂടെ, പറയാനുമുണ്ട്, ചെയ്യാനുമുണ്ട്. ദൈവത്തിന്റെ തിരുമുൻപിൽ നീ നിൽക്കുന്നവനെങ്കിൽ നിനക്ക് പറയാനുമുണ്ട്, നിനക്ക് ചെയ്യാനുമുണ്ട്. പുതിയ നിയമസഭയെ നിനക്ക് പറയാനുണ്ട്. എന്നാൽ പറഞ്ഞ് നിർത്തല്ലേ. 5 പോയിന്റ് 7 പോയിന്റ് തള്ളി നിർത്തുന്നതല്ല പുതിയ നിയമ ശുശ്രൂഷ. നിനക്ക് ചെയ്യാനുമുണ്ട്. യേശു പാപികളെ രക്ഷിക്കുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു. യേശു വീണ്ടും വരുന്നു. യെസ്, നിനക്ക് ചെയ്യാനുണ്ട്. രോഗികൾ സൗഖ്യമാകണം, ക്യാൻസറുകൾ മറയണം, മാരക രോഗങ്ങൾ വിട്ടുപോകണം. ചങ്ങലെ കിടക്കുന്ന ഭ്രാന്തന്മാർ സുബോധമുള്ളവരായി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവെന്ന ദൈവ വേലക്കാരായി തീരണം. നിനക്ക് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന യേശു, നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് വാചകമടിയിൽ ഒതുങ്ങുന്നവനല്ല. വാചക കസർത്തല്ല സുവിശേഷം. കേൾക്കവൻ ആലോചനയിൽ വലിയവനാണ്, അവൻ പ്രവൃത്തിയിൽ ശക്തിമാനാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ 9 വരങ്ങൾ ഈ ദിവസങ്ങൾ ആക്ടിവേറ്റ് ആകുകയാണ് നിങ്ങളുടെ ലൈഫിൽ. യേശുവിന്റെ നാമത്തിൽ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നിങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ്. അനുഭവിക്കാത്ത ആത്മാവിന്റെ ശക്തിയിൽ ദൈവം നിങ്ങളെ സ്തോത്രമാദ്യം നടത്തുകയാണ്. വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് 10 സെക്കൻഡ് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ I stand in the presence of God. നിന്നോട് സംസാരിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വന്നിരിക്കുന്നു. സഖറിയാവേ, നീ പുരോഹിതനാണ്. നിന്നോട് സംസാരിപ്പാൻ വന്നിരിക്കുന്നു. നിന്റെ കാത്തിരിപ്പ് ഇത് അവസാനിച്ചിരിക്കുന്നു. ആരോടാ ഞാൻ പറയുന്നത്? നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. ഓ, കാത്തിരിക്കുന്ന കുടുംബങ്ങൾ കേൾക്കട്ടെ. നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇന്ന് സഭായോഗം മുഴുവനും ഞാൻ പറയും, നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിന്റെ ഉപവാസം കണ്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിന്റെ ഉപവാസം കണ്ടിരിക്കുന്നു. നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. ഈ വിഷയത്തിന് വേണ്ടി ഇനിയും നീ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇല്ല. ഈ വിഷയത്തിന് വേണ്ടി ഇനിയും നീ അടുത്തൊരു ഉപവാസം ഇരിക്കത്തില്ല. നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. സഖറിയാവ്, ഇതാ ഗബ്രിയേൽ ഇറങ്ങുകയാണ്. I stand in the presence of God. Hallelujah. I stand in the presence of God. I stand in the presence of God. Hallelujah. ഞാൻ ഗൂഗിളിൽ നിന്നല്ല വന്നത്, ഞാൻ സെമിനാരിയിൽ നിന്നാണ് വന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ഓ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് വന്നവൻ ആ റൂമുകളിൽ കയറുമ്പോൾ, ആ ഗ്രൗണ്ടുകളിൽ ഇറങ്ങുമ്പോൾ തന്നെ അന്തരീക്ഷം വ്യത്യാസപ്പെടും. Rokobo shadara bahasi mahasini anduri de maushasi. Hallelujah, hallelujah. ആരെങ്കിലുമൊക്കെ ഇന്ന് പകൽ കൊതിച്ചാട്ടെ, ആരെങ്കിലും ഇന്ന് പകൽ ദാഹിച്ചാട്ടെ, ആരെങ്കിലുമൊക്കെ നിലവിളിച്ച് പറഞ്ഞാട്ടെ, take me Holy Spirit into the presence of God. Take me Holy Spirit into the presence of God. ഹേ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക്, യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ വന്ന് നടത്തിയാട്ടെ. Oh, oh Lord. Come on, 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 come on. Yes. 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 Hallelujah. Hallelujah. എനിക്ക് മനുഷ്യനെ കുറിച്ച് അറിയണ്ട, അറിഞ്ഞിട്ട് എനിക്ക് പ്രയോജനമില്ല. അവിടെ എന്ത് നടക്കുന്നു, മറ്റിടത്ത് എന്ത് പറയുന്നു, മറ്റിടത്ത് എന്ത് കേൾക്കുന്നു, നോ, എനിക്ക് മനുഷ്യനെ കുറിച്ച് അറിയണ്ട. എന്നാൽ എനിക്ക് 120 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാലും എൻ്റെ കർത്താവിനെ കുറിച്ച് അറിഞ്ഞു തീരത്തില്ല. ഒരിക്കൽ കൂടെ, എത്ര അറിഞ്ഞാലും തീരാത്ത ഒരുവനാണ് യേശു.
കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയേക്കാൾ വലിയവനാണ് യേശു. മറ്റേത് സബ്ജക്റ്റിനേക്കാൾ അനന്തമായി വ്യാപിച്ചു കിടക്കുന്നവനാണ് യേശു. ദൈവത്തിന്റെ മർമ്മമാകുന്ന യേശു, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, മരണത്തെ ജയിച്ചവൻ, ദാവീദിന്റെ മുള, ദൈവത്തിന്റെ കുഞ്ഞാട്, യഹൂദ ഗോത്രത്തിലെ സിംഹം. Take me, Holy Spirit. പരിശുദ്ധാത്മാവേ, അവന്റെ സന്നിധിയിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. സ്തോത്രം. I stand in the presence of God. Oh, to share with you this good news. ഈ നല്ല വർത്തമാനം പറവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. എൻ്റെ വായിൽ പൊല്ലാത്തതൊന്നും ഇരിക്കത്തില്ല. വേറെ വല്ലവനെയും കുറിച്ച്, മനുഷ്യനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എനിക്കെൻ്റെ കർത്താവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. ഇത് പറയുമ്പോൾ ചുരുളുകൾ ഇങ്ങനെ അടിക്കുന്ന ഞാൻ കാണുന്നു. വെളിപ്പെട്ടിട്ടില്ലാത്ത മർമ്മങ്ങൾക്കായി ഏതോ വ്യക്തികളെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരുക്കിയാണ്. ചുരുളുകൾ നിവർന്നു വരുന്നത് പോലെ ദൂതൻ വന്നു സംസാരിച്ചു. നീ പറയാൻ നേരമില്ല, പക്ഷെ പുള്ളി അവിശ്വസിച്ചു. സ്തോത്രം. പുള്ളി അവിശ്വസിച്ചത് കൊണ്ട് അവരെ വായ് ദൈവം അടച്ചു. അവിശ്വാസം പറയുന്നവരുടെ വായ്, നിങ്ങളാ പറഞ്ഞ, ഞാൻ പറഞ്ഞില്ല. അവിശ്വാസം പറയുന്നവരുടെ വായ്, കമോൺ, അവിശ്വാസം പറയുന്നവരുടെ വായ്. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് പറ, അങ്ങനെയുള്ളതിന് മേലാ മിണ്ടിപ്പോലെ. പെട്ടെന്ന് പറഞ്ഞേ, മേലാമണ്ടി പോലെ. സാഹചര്യം പറയല്ലേ, സാഹചര്യം പറയല്ലേ, സാഹചര്യം പറയല്ലേ. നിന്റെ ഇന്നലകൾ പറയല്ലേ, നിന്റെ ഇന്നലകൾ പറയല്ലേ, നിന്റെ ഇന്നലകൾ പറയല്ലേ. കാരണം ഇന്ന് പകൽ ഡിസംബർ 8 അവിശ്വാസം പറയല്ലേ. അവിശ്വാസം പറഞ്ഞ നിന്റെ അത്ഭുതങ്ങളെ കൊല്ലല്ലേ. അവിശ്വാസം പറഞ്ഞ നിന്റെ ബേബി ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കൊല്ലല്ല. അവിശ്വാസം പറഞ്ഞ നിന്റെ ബേബിയെ, നിന്റെ അനുഗ്രഹത്തെ കൊല്ലല്ല. അവിശ്വാസം പറഞ്ഞ നിന്റെ വാഗ്ദത്തങ്ങളെ കൊല്ലല്ല. പകരം വിശ്വാസമാണ് നീ പറയേണ്ടത്. നിന്റെ ഭവനത്തിൽ നിന്ന് ഒരു പൊട്ടനെ പോലെ, പൊടിയെ പോലെ വിശ്വാസം പറഞ്ഞാട്, വീര്യപ്രവർത്തികൾ പറഞ്ഞാട്. ഒന്നുമില്ലെങ്കിൽ ഇത് വായിച്ചു പറ. ഇതിന്റെ അധ്യായമായി, പുസ്തകമായി, പാരഗ്രാഫായി, വചനമായി വായിച്ചിട്ട് പറ. ഇതുപോലെ ഒന്ന് എൻ്റെ കുഞ്ഞിൽ നടക്കാൻ പോകുന്നു. ഇതുപോലെ ഒന്ന് എൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നു. ഇതുപോലെ ഒന്ന് എൻ്റെ ചർച്ചിൽ കാണാൻ പോകുന്നു. ഇതുപോലെ ഒന്ന് എൻ്റെ പട്ടണത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഇതുപോലെ ഒന്ന് എൻ്റെ രാജ്യത്തിൽ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇതുപോലെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്ന യേശുവിന്റെ നാമത്തിൽ വചനം പറഞ്ഞാട്ടെ. സാഹചര്യം പറയല്ലേ. ആ അഡ്വക്കേറ്റ് പറഞ്ഞതും ഈ ഡോക്ടർ പറഞ്ഞതും അല്ല നീ പറയേണ്ടത്. Whom shall believe the report of the Lord? Come on, ഒരിക്കൽ കൂടെ. ദൈവത്തിന്റെ റിപ്പോർട്ട് ആര് വിശ്വസിക്കും? യേശുവിന്റെ നാമത്തിൽ. അഡ്വക്കേറ്റ് പറഞ്ഞതല്ല നിന്നിൽ സംഭവിക്കുന്നത്. അതിന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞതല്ല നിന്റെ മക്കളിൽ സംഭവിക്കുന്നത്. പകരം അവന്റെ ആടിപ്പിണരുകളാൽ നിന്റെ വിഷയങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Hallelujah. Oh God. Oh God. Oh God. Oh hallelujah. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. നിന്റെ രോഗങ്ങൾക്ക് മാത്രമെന്നല്ലേ എനിക്ക് പറയാൻ കഴിയുന്നത്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പറഞ്ഞാടെ. സ്തോത്രം. ഈ പുള്ളിയുടെ വാ അടച്ച ദൈവം വീട്ടിലേക്ക് അയച്ചത്. സ്തോത്രം. അമ്മയുടെ ഗർഭം തുറന്ന് അപ്പൻ്റെ വായും ദൈവം അടച്ചു. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി നിൽക്കുന്ന സകല മണ്ഡലങ്ങൾ അടയും.
4 സുവിശേഷങ്ങൾ യേശു കർത്താവ് പല ഊമന്മാരുടെ നാവിനെ തുറന്നു. പക്ഷെ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത് ഒരു നെഗറ്റീവ് മിറക്കിളാണ്. നെഗറ്റീവ് മിറക്കിൾ. പോസിറ്റീവായി ആയിരക്കണക്കിന് മിറക്കിൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മിരിയം കുഷ്ഠരോഗിയായത് നെഗറ്റീവ് മിറക്കിളാണ്. ഫറവോൻ കടലിൻ്റെ അടിയിൽ അവസാനിച്ചത് നെഗറ്റീവ് മിറക്കിളാണ്. 10 ബാധ സ്തോത്രം അതേ ഈജിപ്തിൽ വെളിപ്പെട്ടത് നെഗറ്റീവ് മിറക്കിളാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം ഈ ക്രിസ്മസ് സീസണിൽ കർത്താവ് പറയുന്നു, കുഞ്ഞെ ഇതെൻ്റെ സീസണാണ്. ഈ ഡിസംബർ നിൻ്റെ ലൈഫിൽ എൻ്റെ സീസണാണ്. ഈ ഡിസംബർ നിൻ്റെ വീട്ടിൽ നിൻ്റെ തലമുറയിൽ എൻ്റെ സീസണാണ്. അതിനെ എതിരെ നിൽക്കുന്ന ദൈവപ്രവൃത്തിക്ക് എതിരെ നിൽക്കുന്ന കാര്യങ്ങളെ കർത്താവ് അടയ്ക്കുവാൻ പോകുന്നു. അപ്പൻ സംസാരിക്കാതെ മൗനമായി. ലൂക്കോസ് സ്തോത്രം അത് 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ എലിസബത്ത് എഫ്രീം മലനാട്ടിലേക്ക് പോയി. സ്തോത്രം അതേ തിരുവചനം പറയുന്നു, അവൾ പോയി ഒളിച്ച് പാർത്തു എന്ന്. 1:25 സ്തോത്രം ലൂക്കോസ് 1:25 എലിസബത്ത് പോയി സ്തോത്രം എഫ്രീം മലനാട്ടിൽ. നോക്കിയേ 25 മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നിൽക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്ത്. സ്തോത്രം 5 മാസം ഒളിച്ചു പാർത്തു. 5 മാസം ഒളിച്ചു പാർത്തു. വിളിച്ചേ ഉറങ്ങിയിരുന്ന ആരാണ്ട് ഇപ്പോഴാണ് കണ്ണു പറഞ്ഞേ. വിളിച്ചേ 5 മാസം ഒളിച്ചു പാർത്തു. ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച എല്ലാ കുട്ടികളും കരങ്ങളെ ഉയർത്തിയാട്ടെ, വലിയവരും കരങ്ങളെ ഉയർത്തിയാട്ടെ. യെസ് ഹല്ലേലൂയ. അവൾ സാറ്റ് കളിക്കുന്നത് പോലെ അമ്മച്ചി എഫ്രീം മലനാട്ടിൽ അവൾ പോയി ഒളിച്ചു പാർത്തു. ആ പോർഷൻ ഞാൻ വായിച്ചു. സ്തോത്രം അവൾ ഒളിച്ചു പാർത്തു. വൈ? വാട്ട്സ് ദ റീസൺ? എന്തുകൊണ്ടാണ് അവൾ ഒളിച്ചു പാർത്തത്? സ്തോത്രം 5 മാസം അവൾ ഒളിച്ചു പാർത്തു. ഒളിച്ചു പാർക്കുന്ന ആരോ വന്നിട്ടുണ്ട്. കടക്കാർ നിമിത്തം ഒളിച്ചു പാർക്കുന്നവർ, ജീവിതത്തിൽ സെറ്റ് ബാക്ക് ഉണ്ടായത് നിമിത്തം പഴയ ചർച്ചിൽ പോകാതെ ഒളിച്ചു പാർക്കുന്നവർ, ആൾ വെൽക്കം. അടുത്ത ആഴ്ച വരാതിരിക്കല്ലേ, പക്ഷെ പഴയ ആൾക്കാരെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഒളിച്ചു പാർക്ക് ചെയ്യുക. സ്തോത്രം. പഴയ ആൾക്കാരുടെ മുൻപിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഒളിച്ചു പാർക്ക് ചെയ്യാണ്. നമുക്ക് നിനക്കുള്ള ദൂത് ഇതാണ്, നിൻ്റെ നിന്നയെ ദൈവം ഉരുട്ടി മാറ്റുവാൻ പോകുന്നു. നീ മനുഷ്യരുടെ മുൻപിൽ ഒളിച്ച് നടക്കേണ്ടവനല്ല, തിരുനിവാസത്തിന്റെ മറവിൽ അവൻ നിന്നെ ഒളിപ്പിച്ചാൽ, ദൈവം തന്റെ തിരുനിവാസത്തിന്റെ മറവിൽ ദൈവം നിന്നെ ഒളിപ്പിച്ചാൽ ഒരുവന്റെ മുൻപിൽ നിന്റെ തല കുനികയില്ല, തുറിച്ചു നോക്കുന്നവരുടെ മുൻപിൽ നിന്റെ തല ഉയരും. പതിനേഴ് പ്രാവശ്യം ഇസ്രായേൽ യാത്ര ചെയ്ത ഞാൻ, സ്തോത്രം 6-7 പ്രാവശ്യം 2.5 കിലോമീറ്റർ നടന്ന് എലിസബത്തിൻ്റെ എഫ്രീം മലനാട്ടിലുള്ളതായ വീട്ടിൽ പോയിട്ടുണ്ട്. 2.5 കിലോമീറ്റർ നടക്കണം. താഴെ സ്തോത്രം അതെ പാർക്കിംഗ് ലോട്ടിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് സ്തോത്രം ആരോഗ്യമുള്ള ഗൈഡാണെങ്കിൽ പുള്ളി പറയും നമുക്ക് മേലെ പോകാം. മറ്റേ ആരോഗ്യമില്ലാത്ത ഇവിടെ ഇരിക്കുന്ന ചിലരുടെ പോലെയുള്ളവരാണെങ്കിൽ അവർ പറയും നമ്മൾ ഇതിൻ്റെ മുകളിലാണ് അവളെ ഒന്ന് ഒളിച്ചു പാർത്തത്, ഇവിടെ തൊട്ടടുത്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേറൊരു വീടുണ്ട്, അവിടെ ചെന്നിട്ട് നമുക്ക് തിരിച്ചു പോരാം. സ്തോത്രം. കൈ ഉയർത്തണ്ട, അങ്ങനെ പോയിട്ടുള്ളവരുണ്ട്. സ്തോത്രം. നോക്ക്. എന്നാൽ അങ്ങ് മുകളിൽ 2.5 കിലോമീറ്റർ അങ്ങ് മുകളിൽ മലനാട്ടിൽ നടന്നു പോകണം. 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഒരു ആരാ ഇവിടെ എവളെ വന്ന് നോക്കാൻ വരുന്നത്? വരത്തില്ല. അവൾ ചെന്ന് അത്രയ്ക്ക് എഫ്രീം മലനാട്ടിൽ ഒളിച്ചു പാർക്കുകയാണ്. എഫ്രീം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾനെസ്. എഫ്രീം എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടം. ഫലമില്ലാത്ത അമ്മച്ചി ഇപ്പം ഫലം ചുമന്നവളായി എഫ്രീം മലനാട്ടിൽ പാർക്ക് ചെയ്യാണ്. പകൽക്കാലം ആര്യയുടെ പാർപ്പിനെ ദൈവം മാറ്റിപ്പിക്കുന്നു. വരണ്ട ദേശത്ത് നിന്ന് ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക്,
ഫലമില്ലാത്ത അനുഭവത്തിൽ നിന്ന് ഫലമുള്ള അവസ്ഥയിലേക്ക് ദൈവം തന്നെ മാറ്റുകയാണ്. സ്തോത്രം. അവൾ ചെന്ന് ഒളിച്ചു പാർത്തു. വൈ? വാട്ട്സ് ദ റീസൺ? കേക്ക്. ട്രഡീഷൻ പറയുന്നു, ചരിത്രം പറയുന്നു, ട്രഡീഷൻ, പാരമ്പര്യം പറയുന്നു. സ്തോത്രം. അത് ജോസീഫസ്, ഫ്ലാവിയസ് ജോസീഫസ് പറയുന്നു, അവൾ പോയി സ്തോത്രം ഒളിച്ചു പാർത്തത്. ഈ അമ്മച്ചി സ്തോത്രം ഒരു പാസ്റ്റർ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ ഈ അമ്മച്ചി ഒരു പുരോഹിതന്റെ ഭാര്യയാണ്. ആയിരക്കണക്കിന് ഗർഭിണികളെ അവൾ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ഗർഭിണികളുമായി സ്തോത്രം അതെ അവൾ ഇടപഴകിയിട്ടുണ്ട് ഈ അമ്മച്ചി എലിസബത്ത്. അപ്പോൾ സ്തോത്രം കുറച്ച് നാൾ വയറിങ്ങനെ വീർത്തു വരുന്ന ഗർഭിണികളാകുമ്പോൾ സ്തോത്രം വയർ വീർത്തു വരുന്ന ഗർഭിണികളാകുമ്പോൾ ആ കുഞ്ഞിങ്ങനെ ചലിക്കുന്നത് അമ്മമാർക്കറിയാം അല്ലേ? അമ്മമാർക്കറിയാം. സ്തോത്രം കുഞ്ഞ് ചലിക്കുന്നത് നോക്ക്. പുറത്ത് വന്ന യവറ്റകൾ ചലിക്കുന്നത് നോക്ക്. പുറത്ത് വന്ന യവറ്റകൾ ചലിക്കും നോക്ക്. മെസ്സിയും റൊണാൾഡോയും അതെ ചലിക്കുന്നത് പോലെ ചലിക്കുന്നു. ഇവിടെ ഞാൻ തീ ഇറക്കാൻ വേണ്ടി നോക്കുക, അവിടെ അവന്മാർ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഉള്ള പരിപാടി എടുക്കുക നോക്ക്. പുറത്ത് വരുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. പുറത്ത് വരുന്നെങ്കിൽ ഇങ്ങനെ ചലിക്കുന്നെങ്കിൽ അകത്തും കിടന്ന യവറ്റകൾ ചലിച്ചതാണ്. ഗർഭത്തിൽ സ്തോത്രം അതെ കുഞ്ഞുങ്ങൾ ചലിച്ചു. അമ്മമാർ ആമേൻ പറഞ്ഞാട്ടെ. അപ്പന്മാരും അമ്മ പറഞ്ഞു കർത്താവ് യവറ്റകൾ ഇതുപോലൊരു ജാതിയുണ്ടോ? ഇതുപോലൊരു ജാതിയുണ്ടോ? സ്തോത്രം നോക്ക്. ആ കയ്യുയർത്തിയ സഹോദരന്മാരെല്ലാം എന്നെ കണ്ടിട്ട് പോകണം കേട്ടോ. സ്വതാക്ക് അകത്ത് കുഞ്ഞ് കിടന്ന് ചലിക്കും, അകത്ത് കുഞ്ഞ് ചലിക്കും. പക്ഷെ ജോസീഫസ് പറയുന്നു ഈ അമ്മയ്ക്ക് യാതൊരു ചലനവുമില്ല, അകത്ത് ഒരു ചലനവുമില്ല. പുറത്താണെങ്കിൽ ആഴ്ചകൾ കഴിയും തോറും വയറിങ്ങനെ വീർത്ത് 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 വയർ വലിപ്പമാകുന്നുണ്ട്. പക്ഷെ അകത്തൊരു ചലനമില്ല, അകത്തൊരു ചലനമില്ല. ലക്ഷണേകം ഒക്കുന്നുണ്ട്, പക്ഷേ ചലനമില്ല. ലക്ഷണം ഏതാണ്ട് ഒക്കുന്നുണ്ട്, പക്ഷേ ചലനം ഇല്ല. അപ്പോൾ അവളുടെ ഉള്ളിലൊരു ഭയമുണ്ടായി. ഇതിങ്ങനെ വീർത്ത് വന്നിട്ട് സന്നിധ ചത്ത കുട്ടിയാണ് അകത്ത് കിടക്കുന്നെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേടാകും. അതുകൊണ്ട് വീർത്ത് വന്നിട്ട് ചത്ത കുട്ടിയാണ് അകത്ത് കിടക്കുന്നെങ്കിൽ നാണക്കേടാകുമെന്ന് പറഞ്ഞ് സ്തോത്രം. സെക്കൻഡ് ക്യാമറ സ്തോത്രം നോക്ക്. അതെ, അതുകൊണ്ട് അവൾ എന്താ ചെയ്തതെന്നറിയോ? സ്തോത്രം അതെ, അവൾ എഫ്രൈം മലനാട്ടിൽ പോയി അവൾ ഒളിച്ചു പാർത്തു. സ്തോത്രം. യെരൂശലേം ദേവാലയത്തിൽ അവളുടെ ഭർത്താവ് പുരോഹിതനാണ്. പക്ഷേ ഇനി യെരൂശലേമിൽ നിന്നാൽ വീർത്തു വരുന്നതായ വയറിനെ നോക്കി ആൾക്കാർ സ്തോത്രം കളിയാക്കുമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എഫ്രൈം മലനാട്ടിൽ പോയി ഞാൻ ഒളിച്ചു പാർക്കാം. അങ്ങനെ അവൾ എഫ്രൈം മലനാട്ടിൽ പോയി. ഇന്നവിടെ റോഡുണ്ട്, പക്ഷേ 2.5 കിലോമീറ്റർ മേലെ ചെല്ലുമ്പോൾ ഉള്ള സ്ഥലത്ത് അവളിത് ഒളിച്ചു പാർത്തു. എൻ്റെ അവസ്ഥ വേറെ ആരും അറിയണ്ട. സ്തോത്രം. വരുന്നേ വെച്ച് നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് സർക്കിൾ മാത്രമല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളിങ്ങനെ സ്തോത്രം തൻ്റെ വാഗ്ദത്തം ചത്തുപോയെന്ന് പറഞ്ഞ് അവളിതാ ഒളിച്ച് പാർക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നു? എൻ്റെ വാഗ്ദത്തം ചത്തുപോയെന്ന്, എൻ്റെ വാഗ്ദത്തം ചാപിള്ള പോലെ കിടക്കുന്നു, എൻ്റെ വാഗ്ദത്തം മുഴുവൻ ചലിക്കാതെ കിടക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ സ്തോത്രം വാഗ്ദത്തങ്ങൾ അതെ ചത്ത് കിടക്കുന്നു എന്നാരെങ്കിലും പറയുന്നെങ്കിൽ come on in Jesus name. ആരെയോ നിൻ്റെ അടുക്കലേക്ക് അയച്ച് നിൻ്റെ അടുക്കലേക്ക് അയച്ച് ദൈവം അതിനെ ജീവിപ്പിക്കുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. എനിക്കൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാമോ? സ്തോത്രം. കരങ്ങളെ ഒന്ന് ചലിപ്പിച്ചാട്ടെ. സ്തോത്രം. ലോകത്തിലെ ഏറ്റവും നല്ല പേരാണ് സുരേഷ് എന്ന് പറഞ്ഞാൽ സ്തോത്രം സൂര്യനേക്കാൾ ശോഭയുള്ളവൻ. അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഹല്ലേലൂയ. 2 സുരേഷ്മാർ എന്നെ കൂടാതെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. 2 സുരേഷ്മാരുണ്ട്. ഒരാൾ എലിസബത്തിനെ റെപ്രസെൻ്റ് ചെയ്യും, മറ്റൊരാൾ മറിയെ റെപ്രസെൻ്റ് ചെയ്യും. ഓ കമോൺ, ചിരിക്കാതെ. യവന്മാർക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് കുറേ നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ്.
ആരും അവരുടെ വയറിൽ നോക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. എല്ലാം എത്ര കറക്റ്റായിട്ട് കർത്താവ് ക്രമീകരിച്ചു. ഹല്ലേലൂയ. ഇത് രണ്ടും സുരേഷാണ്. സ്വപിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതുപോലെ 666 ആരും വിളിക്കല്ലേ. കമാൻ, 3 സുരേഷാണ്. സോ ഇത് സീനിയർ ആയതുകൊണ്ടും ഇതിനെ ഞാൻ എലിസബത്തായി പ്രഖ്യാപിക്കുന്നു. കാരണം 6 മാസം മൂത്തതാണല്ലോ അത്. ഇത് വെള്ള ഉടുപ്പിട്ടത് കൊണ്ട് അമ്മ മറിയയായി ഇതിനെയും പ്രഖ്യാപിക്കുന്നു. സോ ഇതാണ് സ്തോത്രം നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എഫ്രീം മലനാട്ടിൽ ഈ അമ്മച്ചി ഒളിച്ചിരിക്കുകയാണ്. മീശ വെച്ച അമ്മച്ചി എന്നാരും പറയല്ല. സ്തോത്രം. ഈ അമ്മച്ചി എഫ്രീം മലനാട്ടിൽ ഒളിച്ചിരിക്കുക. എഫ്രീം മലനാട്ടിൽ ഈ എലിസബത്ത് ഒളിച്ചിരിക്കുകയാണ്. ഈ എലിസബത്ത് പറയും, സ്തോത്രം, ലക്ഷണമുണ്ട്, പക്ഷേ ചലനമില്ല. ചലിക്കുന്നതായി തോന്നുന്നില്ല, ചലിക്കുമെന്ന് തോന്നുന്നില്ല. ലക്ഷണമുണ്ട്, പക്ഷേ ചലനമില്ല. വാഗ്ദത്തം കേട്ടതാ, പറഞ്ഞത് ദൈവ, വിശ്വാസമുണ്ട്, പക്ഷേ സ്തോത്രം അത് നടക്കുമെന്ന് തോന്നുന്നില്ല, അത് ചത്ത് കിടക്കുകയാണ് എന്നാ എനിക്ക് തോന്നേ. കാരണം ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചലിക്കുമായിരുന്നല്ലോ. ചത്ത് കിടക്കുകയാണ്. അങ്ങനെ സ്തോത്രം വീട്ടിലിതാ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളിങ്ങനെ വീട്ടിലിങ്ങനെ എഫ്രീം മലനാട്ടിൽ ഇൻറ്റീരിയർ പ്ലേസിൽ അവളിങ്ങനെ സ്തോത്രം അതെ ഒളിച്ചു പാർക്കുമ്പോൾ ഒരു മറിയ റിസ്ക് എടുത്തു. മറിയയുടെ അകത്ത് കിടക്കുന്നത് മണ്ണിൻ്റെ സന്തതിയല്ല, മണ്ണിൻ്റെ സന്തതിയല്ല, വിണ്ണിൻ്റെ സന്തതിയാ. സ്തോത്രം. ഈ വിണ്ണിൻ്റെ സന്തതി അകത്തുള്ള എല്ലാവർക്കും പറയും, സ്തോത്രം, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും ഞാൻ കുറച്ച് റിസ്ക് എടുത്താലും ആരെയോ എനിക്ക് ബലപ്പെടുത്താനുണ്ട്. ആരെയോ എനിക്ക് ബലപ്പെടുത്താനുണ്ട്. ഇന്ന് പകൽക്കാലം ക്രൈസ്റ്റ് സെൻ്ററിൽ നിയോഗമുള്ള ആരൊക്കെയോ പറയുന്നു, എൻ്റെ മേലൊരു നിയോഗമുണ്ട്. ആരെയോ എനിക്ക് ചേർത്ത് പിടിക്കാനുണ്ട്, ആരെയോ എനിക്ക് ആശ്വസിപ്പിക്കാനുണ്ട്, ആരുടെ കണ്ണുനീര് എനിക്ക് തുടയ്ക്കാനുണ്ട്, ആരുടെ മുറിവ് എനിക്ക് കെട്ടാനുണ്ട്, ആരെയോ എനിക്ക് പണിയാനുണ്ട്, ആരെയോ എനിക്ക് ദൈവിക ദൗത്യത്തിന് വേണ്ടി ഒരുക്കി എടുക്കുവാനുണ്ട്. ഓ കമാൺ. നിയോഗമുള്ളവരാണ് ഇപ്പോൾ കരങ്ങളടിച്ച് ആരാധിക്കുന്നത്. ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കട്ടെ, നിയോഗമുള്ളവരെ ദൈവത്തെ സ്തുതിക്കട്ടെ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ നിയോഗം വന്നു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ നോക്കുന്നത് എൻ്റെ കംഫർട്ട് സോണല്ല. എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളായിരിക്കും. എനിക്ക് സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ രുചികരമായ ആഹാരം കിട്ടത്തില്ല. ചിലപ്പോൾ തട്ടുകടയുടെ തണുത്ത ചമ്മന്തിയായിരിക്കും എനിക്ക് രാത്രി കിട്ടുന്നത്. പക്ഷെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ തണുത്ത ഫുഡാണെങ്കിലും ഉറക്കമില്ലാത്ത രാത്രികളാണെങ്കിലും വേറെ കുറച്ചെണ്ണത്തിൻ്റെ മുറിവ് കെട്ടുന്നെങ്കിൽ, ചിലതെല്ലാം വിടിവിക്കപ്പെടുന്നെങ്കിൽ, ചിലതെല്ലാം രക്ഷിക്കപ്പെടുന്നെങ്കിൽ, യെസ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതത്രേ എന്റെ ആഹാരം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ഈ ജനത്തിന് മനസ്സിലാകത്തില്ല, പക്ഷെ യാത്ര എന്ന നിങ്ങൾക്ക് മനസ്സിലാകുക. എല്ലാവരും വീട്ടിലുള്ള ഏറ്റവും ഇഷ്ടഭോജനം ചെയ്ത് കിടക്കുമ്പോൾ നമ്മൾ വളിച്ച സാമ്പാറും തണുത്ത ചമ്മന്തിയും തണുത്ത ദോശയും തിന്നുമെന്ന് നമുക്കറിയാം. സ്തോത്രം. എൻ്റെ അകത്തിനും നിയോഗം കിടപ്പുണ്ട്. നിയോഗമുള്ളത് കൊണ്ട് മറിയ പറഞ്ഞു, വാ, സ്തോത്രം, ആ കഴുതപ്പുറത്ത് കയറി, കുതിരയില്ലല്ലോ, കഴുതപ്പുറത്ത് കയറി വാ, നമുക്ക് ആ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഒന്ന് കണ്ടേച്ചു വരാം. 100 കണക്കിന് കിലോമീറ്റർ അവൾ യാത്ര ചെയ്യുകയാണ്. ഷേക്കപ്പ് സോർവർ ഇല്ലാത്ത വാഹനത്തിൽ അവൾ യാത്ര ചെയ്ത്, ഓർത്തോളാം. ഓ കമാൻ, ഷേക്കപ്പ് സോർവർ ഇല്ലാത്ത വാഹനത്തിലാണ് അവൾ യാത്ര ചെയ്യുന്നത്. അമ്മമാരെല്ലാം എന്നെ തുറിച്ചു നോക്കും, അയ്യോ കുട്ടി, ഓ അകത്ത് കിടക്കുന്ന കുഞ്ഞു പോകത്തില്ലയോ? കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം ഡെപ്പോസിറ്റ് ചെയ്താൽ
പാർട്ടിയല്ല, കൗൺസിലല്ല, സംഘടനയല്ല. നിന്റെ ഉള്ളിൽ ദൈവം ഡെപ്പോസിറ്റ് ചെയ്ത് നരകം മുഴുവൻ തലകുത്തി നിന്നാലും നിന്റെ നിയോഗത്തെ പറിച്ചു കളവാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ നിയോഗത്തെ പറിക്കുവാൻ നിൽക്കുന്ന കറുത്ത കരങ്ങളെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ശാസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മറിയയുടെ മേലൊരു നിയോഗമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു 3 പേരെ തൊട്ട് പറ, എന്റെ മേലൊരു നിയോഗമുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, നിന്റെ മേലൊരു നിയോഗമുണ്ട്. ഈ പട്ടണത്തിൽ നിന്നെ കുറിച്ചൊരു നിയോഗമുണ്ട്. നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ മറ്റാർക്കും ഇല്ലാത്ത വലിയൊരു നിയോഗം നിന്റെ മേൽ കിടപ്പുണ്ട്. മനുഷ്യനല്ല, മന്ത്രിസഭയല്ല നിനക്ക് തന്നത്, സ്വർഗത്തിലെ ദൈവം, രാജാക്കന്മാരുടെ രാജാവ്, കർത്താക്കന്മാരുടെ കർത്താവ്, ദൈവാദി ദൈവം നിന്റെ മേലൊരു നിയോഗം തന്നെങ്കിൽ എത്ര ഷേക്ക് ചെയ്താലും, കഴുതപ്പുറത്ത് കയറി എത്ര താഴ്വരയിലൂടെ നീ പോയാലും, എത്ര മലകൾ നീ കയറിയാലും, എത്ര കല്ലുകളിൽ ചവിട്ടിയാലും, നിന്റെ അകത്ത് കിടക്കുന്നതായ നിയോഗം പറയിപ്പാൻ കഴിയത്തില്ല. സോ ഷീ ഈസ് കമ്മിങ്. മറിയ വരികയാണ്. 100 കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് മറിയ വരികയാണ്. അവൾ വന്ന് യെരുശലേമിൻ്റെ ഔട്ടർ സിറ്റിയിലെത്തി. അവൾക്ക് മനസ്സിലായി, സ്തോത്രം, ഇവളിതാ ഒളിച്ചു പാർക്കുകയാണ് എഫ്രൈം മലനാട്ടിൽ. സ്തോത്രം എങ്ങനെ അവൾ മനസ്സിലാക്കിയെന്ന് എനിക്ക് എന്നോട് ചോദിക്കല്ല. അന്ന് മെസ്സഞ്ചർ ഇല്ല, അന്ന് വാട്സപ്പ് ഇല്ല, അന്ന് സ്തോത്രം വേറെ ഒരു പരിപാടിയില്ല. പക്ഷേ സ്തോത്രം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഉണ്ടെങ്കിൽ കണ്ടുമുട്ടേണ്ടവർ കണ്ടുമുട്ടിയിരിക്കും. ഇത് പകൽക്കാലം എനിക്കത് പറയാമോ? www.matrimony.com അല്ല പലതിനെ യോജിപ്പിക്കാൻ വേണ്ടി പോകുന്നത്, നിയോഗങ്ങൾ യോജിപ്പിക്കാൻ പോകുന്നു. കുട്ടി, ഒരു ദല്ലാളം വേണ്ട, ഒരു പാതിരിക്കും പാസ്റ്ററും പറയണ്ടോ, നിയോഗമുള്ളത് യോജിച്ചിരിക്കും. കഴുതപ്പുറത്തെത്തിയ മറിയ എത്തിയവൾ സ്തോത്രം എലിസബത്തിൻ്റെ വീട്ടിലേക്ക് വന്ന്, എൻ്റെ പേരുള്ള സുരേഷേ, മധ്യപൂർവ്വദേശത്ത് പോയാൽ, ദുബായ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയാൽ അവർ വന്ദനം ചൊല്ലുന്നത് വേദപുസ്തകത്തിൻ്റെ സ്റ്റൈലിലാണ്. അവർ വന്ദനം ചൊല്ലുന്നത് ഇങ്ങനെയാണ്: അവർ വന്ദനം ചൊല്ലുന്നത് 2 ചള്ള 2 കവിൾ തമ്മിൽ തട്ടിയിട്ടാണ് വന്ദനം ചൊല്ലുന്നത്. ആറ് മാസം സീനിയർ ഗർഭിണിയും 6 മാസം ജൂനിയർ ഗർഭിണിയും തമ്മിൽ അവർ വന്ദനം പറഞ്ഞപ്പോ, ഒന്ന് കൈകൊടുക്ക, ഞാൻ നോക്കട്ടെ, ഒന്ന് കവിള് മുട്ടിച്ച ഞാൻ നോക്കട്ടെ. യെസ്, എക്സാക്ട്ലി 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 എക്സാക്ട്ലി. അവരെ കവിൾ മുട്ടുന്നതിന് മുൻപ് അവർ വയർ പരസ്പരം മുട്ടിയെങ്കിൽ എലിസബത്ത് അമ്മച്ചു പറയും, ഒരു ചലനവും ഇല്ലാതെ, ഒരു ചലനവും ഇല്ലാതെ ഒരു ചലനമില്ലാതെ മാസങ്ങൾ ചലിക്കാതെ കിടന്നതാണ്. പക്ഷെ എലിസബത്തെ, നിനക്ക് ചലനമില്ലാത്ത ചാവുള്ള പോലെ നിന്റെ വാഗ്ദത്തം കിടന്നെങ്കിൽ, നിന്റെ വാഗ്ദത്തം ചലിക്കാതെ കിടക്കുന്നെങ്കിൽ, മറിയ പറയും, നിന്റെ കുഞ്ഞിനെ ചലിപ്പിക്കുന്ന ചലനവുമായിട്ടാണ് ഞാൻ വന്നത്. യെസ്,
നിന്റെ കുഞ്ഞിനെ ചലിപ്പിക്കുന്ന ചലനവുമായിട്ടാണ് ഞാൻ വന്നത്. നിന്റെ വാഗ്ദത്തം ചലനമില്ലാത്തതാണെങ്കിൽ, നിന്റെ വാഗ്ദത്തം ചലനമില്ലാത്തതാണെങ്കിൽ, സ്തോത്രം, എന്റെ അകത്ത് കിടക്കുന്നത് എന്തെന്നറിയോ? എന്റെ അകത്ത് കിടക്കുന്നത് പുനർ ഉദ്ധാരണവും ജീവന് മാത്രമേ. ഓ, come on, come on, come on, come on, come on, come on. ഈ ഹോളിന്റെ അവിടെ അവിടെ ജീവൻ, സ്വയ ജീവൻ, ഈ സ്വയ ജീവൻ, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ജീവൻ. കരങ്ങളെ അടിച്ചാരാധിക്കുക. ദൈവത്തിന്റെ ജീവൻ. ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ജീവൻ. ഞാൻ വിചാരിച്ചത് നിങ്ങൾ എഴുന്നേറ്റൊന്ന് ആരാധിക്കുന്ന, ചത്തുകിടക്കുന്ന മണ്ഡലങ്ങളിൽ, ചത്തുകിടക്കുന്ന മേഖലകളിൽ, ചത്തുകിടക്കുന്ന വിഷയങ്ങളിൽ, മരിച്ചു കിടക്കുന്ന ചലനമില്ലാത്ത സ്ഥാനങ്ങളിൽ, ഓ ദൈവത്തിന്റെ സ്വയ ജീവൻ, ദൈവത്തിന്റെ ജീവൻ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. കരങ്ങളെ അടിച്ച് ആഘോഷിച്ച് അങ്ങനെയല്ല, രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് വായുകളെ തുറന്ന് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. സാഹചര്യം പറഞ്ഞു ഇതിൽ ചലനമില്ല, മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇത് നടക്കത്തില്ല, മനുഷ്യൻ പറഞ്ഞു ഇത് ചലിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയിൽ ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ, മറിയയും എലിസബത്തും തമ്മിലുള്ള കൂട്ടായ്മ, ഒരിക്കൽ കൂടെ മറിയയും എലിസബത്തും തമ്മിലുള്ള കൂട്ടായ്മ ചലനമില്ലാതെ കിടക്കുന്നതിനെ ചലിപ്പിച്ചതുപോലെ നിന്റെ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുക, നിന്റെ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുക, നിന്റെ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുക, നിന്റെ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുക. യേശുവിന്റെ രക്തത്താൽ ചെയ്യാൻ കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. മറിയയും എലിസബത്ത് തമ്മിൽ ചേർന്നപ്പോൾ ഒരു ചലനമുണ്ടായതുപോലെ ക്രിസ്തീയ കൂട്ടായ്മയിൽ ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയിൽ സംഭവിക്കത്തില്ല, ചലിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന കാര്യാദികളിൽ ദൈവത്തിന്റെ വിലയേറിയ ചലനം യേശുവിന്റെ നാമത്തിൽ ദൈവകൃപയാൽ സംഭവിക്കുന്ന ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ യോജിക്കേണ്ടതെല്ലാം നിന്റെ അടുക്കൽ വന്ന് യോജിക്കുവാൻ പോകുന്നു. കണക്ട് ചെയ്യേണ്ടതെല്ലാം നിന്നോട് കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കണക്ട് ചെയ്യേണ്ടതെല്ലാം നിന്നോട് കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യെസ് 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 കണക്ഷൻ 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 ഓ കണക്ഷൻ കണക്ഷൻ റൈറ്റ് കണക്ഷൻ. ശബ്ദമുയർത്തി ആരാധിച്ചത് കണക്ഷൻ, ജോലിയുമായ ബന്ധത്തിൽ കണക്ഷൻ, പ്രൊഫഷനുമായ ബന്ധത്തിൽ കണക്ഷൻ. റൈറ്റ് പീപ്പിൾ ആർ ഗോയിങ് ടു കണക്ട് വിത്ത് യു. റൈറ്റ് പീപ്പിൾ ആർ ഗോയിങ് ടു കണക്ട് വിത്ത് യു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തത്തെ ജീവിപ്പിക്കുവാൻ റൈറ്റ് കണക്ഷൻ ദൈവകൃപയാൽ വെളിപ്പെടുവാൻ പോകുന്നു.
റൈറ്റ് പീപ്പിൾ, റൈറ്റ് പീപ്പിൾ, റൈറ്റ് പീപ്പിൾ. ഈ വർഷം തീരുന്നതിന് മുൻപ് ഈ സാക്ഷ്യം നീ പറയുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഈ വർഷം തീരുന്നതിന് മുൻപ് ഈ സാക്ഷ്യം നിന്നിൽ ഉളവാകുവാൻ പോകുകയാണ്. നിന്റെ ബോയ്സിൽ, നിന്റെ ഗേൾസിൽ, നിന്റെ ബോയ്സിൽ, നിന്റെ ഗേൾസിൽ ഈ സാക്ഷ്യം ഉളവാകാൻ വേണ്ടി പോകുകയാണ്. In Jesus' name. Jesus, Jesus, Jesus. സാധാ കുഞ്ഞല്ല, പ്രവാചകനേക്കാൾ വലിയവനാ. പ്രവാചകനേക്കാൾ വലിയവനായതുകൊണ്ട് നിന്റെ പ്ലാനല്ല. എലിസബത്തിനും സക്കരിയാവിനും പറയാൻ കഴിയാത്തില്ല, എൻ്റെ മസിൽ പവർ കൊണ്ട് അവൻ കിട്ടിയെന്ന്. നോവേ, പകരം അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അവൻ വാഗ്ദത്ത സന്തതിയാ. ഞാൻ നിന്റെ കുഞ്ഞിനെ കുറിച്ച് പറയാം, അവൻ വാഗ്ദത്ത സന്തതിയാ. നിന്റെ മോളെ കുറിച്ച് പറയാം, അവൾ വാഗ്ദത്ത സന്തതിയാ. അവളുടെ ലൈഫിൽ നടക്കുന്ന മുഴുവൻ വാഗ്ദത്തങ്ങളായിരിക്കും, ഭയങ്കര വിടുതലുകളായിരിക്കും. അവന്റെ ഓരോ ദിവസം സാക്ഷ്യമായിരിക്കും. ആ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ സാക്ഷ്യമായിരിക്കും. അത് കേൾക്കുന്ന ഒത്തിരി പേർക്ക് സെക്കൻഡ് ബൈബിളായിരിക്കും. ആ കുഞ്ഞിൻ്റെ വളർച്ച ഒരു സാക്ഷ്യമായിരിക്കും. ഓ കമാൻ, ഹല്ലേലൂയ. ആ കുഞ്ഞിൻ്റെ വിവാഹം ഒരു സാക്ഷ്യമായിരിക്കും. കരങ്ങൾ ഉയർത്തി ആരാധിച്ച് കേട്ട് നിൽക്കണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന്